അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴി യൂണിറ്റ് 57 നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സലാം നിങ്ങൾക്ക് ഏവർക്കും വർഷിക്കുമാറാകട്ടെ. നമ്മളിതിനകം 68% അല്ല അതിലും അധികം ഖുർആനിക പദങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഉപബോധ മനസ്സിനോട് നാം പറയേണ്ടത്, എനിക്ക് ഇത്രയും പദങ്ങൾ അറിയും, അതുകൊണ്ട് എനിക്ക് ഖുർആൻ മനസ്സിലാകും. ഇത്രയേ നമ്മൾ ചിന്തിക്കേണ്ടുള്ളൂ. ബാക്കിയെല്ലാം അള്ളാഹുവാണ് ചെയ്യുന്നത്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. കാരുണ്യവാനായ അള്ളാഹുവാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന എന്നാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ഏതെങ്കിലും ഒരു വഴിയിൽ ഒരാൾ പ്രവേശിച്ചു, ഇൽമ് അന്വേഷിച്ചുകൊണ്ട്, വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അള്ളാഹു അവന്റെ വഴി സ്വർഗത്തിലേക്ക് എളുപ്പമാക്കി കൊടുക്കുന്നു. അപ്പോ യൽതമിസു ഫീഹി ഇൽമൻ എന്നാണ് അതിൽ പറഞ്ഞത്. ഇൽമൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഫത്തഹ തൻവീൻ ഉണ്ട് അവിടെ. അൽ ഇൽമൻ എന്നല്ല, ഇൽമൻ. അപ്പോൾ ഒരു വിജ്ഞാനം, ഏതെങ്കിലും ഒരു വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്ക് അവന്റെ വഴി എളുപ്പമാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഖുർആൻ പഠിക്കാൻ വേണ്ടിയാണ് അവൻ പ്രവേശിച്ചതെങ്കിലോ എന്തായാലും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും. നമ്മൾ ഖുർആൻ പഠിക്കാൻ 68 അല്ലെങ്കിൽ 56 യൂണിറ്റ് 56 യൂണിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ 52 ആഴ്ചയപ്പോൾ ഒരു വർഷമായി. പക്ഷെ ഒരു വർഷത്തിനിടയ്ക്ക് നാം എത്രയോ ആഴ്ച പരീക്ഷയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി, പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തി, റിവിഷൻ നടത്തി, പല ആവർത്തനങ്ങൾ നടത്തി. ഇതിനിടയ്ക്ക് റമദാൻ വന്നു, അവധികൾ കൊടുത്തു. അപ്പോൾ ഇത്രയും ദീർഘകാലം നാം എന്ത് ചെയ്തു? ഖുർആൻ പഠിക്കാൻ വേണ്ടിയുള്ള വഴിയിൽ തന്നെയായിരുന്നു. നാം അത് ക്ലാസ്സിന് പോകുന്ന വഴി മാത്രമല്ല വഴി എന്ന് പറയുന്നത്. ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും ആ വഴിയിൽ തന്നെയാണുള്ളത് എന്ന് പറഞ്ഞാൽ ആ വഴിയിൽ, ഓൺ ദാറ്റ് പാത്ത്, ഓൺ ദാറ്റ് വേ എന്നാണ്. നിങ്ങൾ ആ മാർഗത്തിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെങ്കിൽ ഖുർആനിലേക്കുള്ള വഴി ആദ്യം എളുപ്പമാകണ്ടേ? ഇതൊക്കെ ഒരു താത്വികമായ സംഗതികളാണ്. അപ്പോൾ അതിനാൽ ഖുർആൻ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാകും. മാത്രമല്ല 68% വൊക്കാബുലറി പഠിച്ചിട്ടുണ്ട്. ഏതാണ്ട് 68%-ലധികം ഗ്രാമർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബേസിക് ഗ്രാമർ എന്ന് പറയുന്നത്. ഗ്രാമർ എന്ന് പറയുന്നത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഗ്രാമറിന്റെ പല മേഖലകളുണ്ട്. അതിൽ ഒരു മേഖല പൂർണ്ണമായും നാം കംപ്ലീറ്റ് ചെയ്തു. അത് സർഫ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറബി ഭാഷയുടെ, അറബി ഗ്രാമറിന്റെ 50%, 50% നിങ്ങൾ പൂർത്തീകരിച്ചു. ബാക്കി 50% എന്ന് പറയുന്നത് പ്യുവർ ഗ്രാമറാണ്. അതിന്റെ വാക്യഘടനയുമായി ബന്ധപ്പെട്ട ഗ്രാമറുകളാണ്. ആ ഗ്രാമറാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലും, അതായത് ടോട്ടലി ഗ്രാമർ പറഞ്ഞാൽ അതിൽ 68%-ലധികം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഖുർആനിലെ പ്രയോഗങ്ങൾ കുറഞ്ഞ ചില സംഗതികൾ മാത്രമാണ് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് ഓൺ ദ വേയിൽ നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലൂടെ അത് കുറേശ്ശെ പഠിക്കും. ഇൻഷാ അല്ലാഹ് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും നമുക്ക് ക്ലാസ്സുകളുണ്ട്. അതായത് ഈ ആഴ്ച 57 എടുക്കുന്നു, അടുത്ത ആഴ്ച 58 എടുക്കുന്നു. 58 കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരാഴ്ച റിവിഷന് വേണ്ടി വേണമോ എന്നെനിക്കറിയില്ല. എന്തായാലും 58 കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് പറയേണ്ടതാണ്. പിന്നീട് നമുക്ക് പരീക്ഷ നടത്താം. ഇത്രയും നാള് പഠിച്ച ഗ്രാമർ മുഴുവൻ ഒരു ദിവസത്തെ പരീക്ഷയുണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസകരമായ രീതിയിലല്ല, വളരെ എളുപ്പമായ രീതിയിലായിരിക്കും ഗ്രാമർ പരീക്ഷ. ഉദാഹരണങ്ങളിലൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ അറിവ്
മാറ്റിവയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്, മറിച്ച് പ്രയാസപ്പെടുത്തുകയല്ല. യസ്സിറു വല തുഅസ്സിറു എന്ന പോളിസിയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പോളിസിയാണ്. ഓക്കെ, നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് സൂറത്തുൽ ഗാശിയയിലെ 17 മുതൽ 20 വരെയുള്ള സൂക്തങ്ങൾ മാത്രമേ ഇന്ന് നമ്മൾ എടുക്കുന്നുള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഴയ ക്ലാസ്സുകൾ റിവൈസ് ചെയ്യാനുണ്ടെങ്കിൽ റിവൈസ് ചെയ്യാവുന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എല്ലാ ആയത്തുകളുടെയും അവസാനം നോക്കുക. കൈഫ ഖുലിഖത്, കൈഫ റുഫിഅത്, കൈഫ നുസിബത്, കൈഫ സുതിഹത്. ഇന്നെന്ത് കിട്ടി? ഇതോടുകൂടി നാം നേരത്തെ പഠിച്ച പാസീവ് വോയിസ് കർമ്മണി പ്രയോഗം കൃത്യമാകണം. നേരത്തെ നമ്മൾ പഠിച്ച കർമ്മണി പ്രയോഗത്തിൽ കർമ്മണി പ്രയോഗം നസറ സഹായിച്ചു, നുസിറ സഹായിക്കപ്പെട്ടു. അത് നാം 31ാമത്തെ യൂണിറ്റോട് കൂടി വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചിരുന്നു. ക്ലാസ്സിൽ നാം വളരെ ഉദാഹരണ സഹിതം അത് നേർക്കുനേരെയുള്ള ക്ലാസ് ആയതുകൊണ്ട് വളരെ ഭംഗിയായത് പഠിപ്പിച്ചു. ഇനി അതിൽ സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല. ഖുലഖത്ത് എന്ന വാക്ക് കിട്ടിയാൽ ഖലഖയിൽ നിന്ന് വന്നതാണ് എന്നത് മനസ്സിലാക്കണം. അതേപോലെ ഖലഖയിൽ നിന്ന് വന്നതാണ്. നാം ഖലഖ എന്ന ക്രിയ നേരത്തെ പഠിച്ചിട്ടുണ്ട്. റുഫിഅത്ത് എന്നത് റഫയിൽ നിന്ന് വന്നതാണ്. ആ ക്രിയ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫതഹ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. നസബ യൻസിബു, നസബ നാട്ടി, നസബ യൻസിബു. അപ്പോൾ എന്ത് ചെയ്തു? നാട്ടി, നസബ നാട്ടി, യൻസിബു വറബ യദ്രിബു ഗ്രൂപ്പിൽപ്പെട്ടതാണ്. നസബ യൻസിബു എന്നുണ്ട്, നസബ യൻസബു എന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. അത് നസബ യൻസിബു എന്ന് പറഞ്ഞാൽ എന്താണ്? നാട്ടി എന്നാണ്. നസബ യൻസബു എന്ന് പറഞ്ഞാൽ ഇൻവോൾവ് ആയി എന്നാണ്. ഫൈദ ഫറഗത ഫൻസബ്, ഫൈദ ഫറഗത ഫൻസബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ ഒന്നിൽ നിന്നും ഒഴിവായാൽ വേറൊന്നിൽ വ്യാപൃതമാവുക. ഫൈദ ഫറഗത ഫൻസബ്. അപ്പൊ അവിടെ എന്ത് വന്നു? ഇൻസബ് എന്നാണ് വന്നത്, ഇൻസബ്. അപ്പോ ഇൻസബ് എന്ന് വന്നാൽ എന്തായി? അപൂർണ ക്രിയയിൽ മധ്യത്ത് ഫത്തഹ് വന്നു എന്നർത്ഥം. അപ്പോ നസബ യൻസബു എന്ന് വന്നാൽ ഫതഹ യഫ്തഹ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്തായി? അത് ഇൻവോൾവ് ആയി എന്നാണ്. അതേസമയം നസബ യൻസിബു എന്നാണെങ്കിൽ നാട്ടി എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായി? നസബ എന്നതിൽ നിന്ന് വന്നതാണ് നുസിബത്ത്. അതേപോലെ സത്തഹ പരത്തി എന്നതിൽ നിന്ന് വന്നതാണ് സുത്തിഹത്ത്. സത്തഹ പരത്തി, സുത്തിഹ പരത്തപ്പെട്ടു, സുത്തിഹത്ത്. ഇതെല്ലാം എന്താണ്? അർദിനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എന്താണ്? അർദ് സ്ത്രീലിംഗമായതുകൊണ്ട് ഖുലിഖത്ത്, നുസിബത്ത്, റുഫിഅത്ത്, സുത്തിഹത്ത് എങ്ങനെ സ്ത്രീലിംഗമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി നോക്കുക, ഇനി ഇതിൽ എന്താണ് അർത്ഥം അറിയേണ്ടത്? അഫല യൻദുറൂന, നദറ യൻദുറു, നസറ യൻസുറു ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണ്. ഇലൽ ഇബിലി, ഇബിലുൻ ഒട്ടകം, ഒട്ടകം. ഇബിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒട്ടകം. ഇവിടെ ഒട്ടക വർഗമാണ്. ഇബിലിൻ എന്ന് പറയുന്നത് എന്താണ്? ഒട്ടക വർഗത്തെ സൂചിപ്പിക്കാനാണ് ഇബിൽ ഉപയോഗിക്കുന്നത്. അതേസമയം ജമലാണെങ്കിൽ ഒട്ടകത്തിന്റെ മെയിൽ ആണ്, ആണൊട്ടകം ജമൽ. അതിനെ നാക്കത്തുൻ എന്ന് പറഞ്ഞാൽ പെണ്ണൊട്ടകം. നാക്കത്ത് അല്ലാഹി നാം പഠിച്ചതാണ്. അപ്പൊ അവിടെ എന്താണ്? ഗർഭിണിയായ ഒട്ടകത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ഒട്ടകം എന്തായിരുന്നു? അപ്പോൾ പെണ്ണൊട്ടകം എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ നാക്കത്തുൻ ശ്രീലിംഗത്തിന്റെ താതിലുണ്ട്. നാക്കത്തുൻ ഒട്ടകം, ജമലുൻ ആണൊട്ടകം, നാക്കത്തുൻ പെണ്ണൊട്ടകം, ജമലുൻ ആണൊട്ടകം, ഇബിലുൻ ഒട്ടകവർഗം. അപ്പൊ എന്താ? ഒട്ടകത്തെ നോക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒട്ടക വർഗത്തെ നോക്കുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കളക്റ്റീവ് നൗണാണ്. അഫല യൻദുറൂന ഇലൽ ഇബിൽ കൈഫ ഖുലിഖത്.
ഒട്ടകത്തെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ നോക്കുന്നില്ലേ? വൈല സമായി, ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ? കൈഫ റുഫിഅത്, എങ്ങനെയാണത് ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന്. വൈലൽ ജിബാലി, ജബലുൻ ജിബാലുൻ, നേരത്തെ നാം പഠിച്ചിട്ടുണ്ട്. തക്കൂനുൽ ജിബാലു കല്ലഹിനിൽ മൻഫൂഷ്. ജബലുൻ ജിബാലുൻ, പർവ്വതങ്ങൾ. പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ? കൈഫ നുസിബത്ത്, എങ്ങനെയാണത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നാട്ടപ്പെട്ടിരിക്കുന്നത്. വൈലൽ അർദി കൈഫ സുത്തിഹത്ത്, ആ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? കൈഫ സുത്തിഹത്ത്, അതെങ്ങനെ പരത്തപ്പെട്ടു എന്ന്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇലൽ ലിബിലി കൈഫ ഖുലിഖത്, കൈഫ റുഫിഅ, അതേപോലെ ഇല സമായി കൈഫ റുഫിഅത്, ഇലൽ ജിബാലി കൈഫ നുസിബത്ത്, വലൽ അർദി കൈഫ സുത്തിഹത്ത്. അപ്പൊ സതഹ എന്ന് പറഞ്ഞാൽ പരത്തി, സത്തഹൻ എന്ന് പറഞ്ഞാൽ മേൽപ്പുര അല്ലെങ്കിൽ മേലാപ്പ്, തട്ട് എന്നൊക്കെ അർത്ഥമുണ്ട് സത്തഹൻ. നസബ, നാട്ടി. റഫ, ഉയർത്തി. ഖലഖ, നമുക്ക് നേരത്തെ അറിയുന്നതാണ്. അപ്പൊ ഇതില് കർമ്മണി പ്രയോഗത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചോദിക്കണം. ഖലഖ എന്നതായി ഖുലിഖയായി. ഇനി ഖുലിഖ പറയുമ്പോൾ എന്ത് ചെയ്യണം? കൈ മറിച്ചിട്ടാണ് പറയുന്നത്. ഖുലിഖ, ഖലഖ പറഞ്ഞപ്പോൾ കൈ നേരെയാണ് ഉണ്ടായിരുന്നത്. ഖുലിഖ പറയുമ്പോൾ കൈ മറിച്ചിട്ട് കമിഴ്ത്തിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഖുലിഖ, ഖുലിഖു, ഖുലിഖത, ഖുലിഖത്തും, ഖുലിഖത്തു, ഖുലിഖന. പിന്നെ യുഖ്ലഖു, യുഖ്ലഖൂന, തുഖ്ലഖു, തുഖ്ലഖൂന, ഉഖ്ലഖു, നുഖ്ലഖു. പിന്നെ ഇതിലെന്താ ബാക്കിയുള്ളത്? ഖുലിഖത്ത്, തുഖ്ലഖു, ഖുലിഖത്ത്, തുഖ്ലഖു. ഖുലിഖത്ത് അവൾ സൃഷ്ടിക്കപ്പെട്ടു, തുഖ്ലഖു അവൾ സൃഷ്ടിക്കപ്പെടുന്നു. ഖുലിഖത്ത് താഴ്ത്തി, അവൾ സൃഷ്ടിക്കപ്പെട്ടു. തുഖ്ലഖു അവൾ സൃഷ്ടിക്കപ്പെടുന്നു. ഓക്കെ. അതേപോലെ റഫ ആണെങ്കിൽ റുഫിഅ, റുഫിഉ, റുഫിഅത, റുഫിഅതും, റുഫിഅതു, റുഫിഅന, യുർഫഉ, യുർഫഉന, തുർഫഉ, തുർഫഉന, ഉർഫഉ, നുർഫഉ, റുഫിഅത്, തുർഫഉ. നസബയാണെങ്കിൽ നസബ യൻസിബു, നുസിബ, നുസിബു, നുസിബത്ത, നുസിബത്തും, നുസിബത്തു, നുസിബിന, യുൻസബു, യുൻസബൂന, തുൻസബു, തുൻസബൂന, ഉൻസബു, നുൻസബു, നുസിബത്ത്, തുൻസബു, നുസിബത്ത്, തുൻസബു. സതഹ, സുതിഹ, 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 സുതിഹു, സുതിഹത, സുതിഹത്തും, സുതിഹത്തു, സുതിഹന, യുസ്തഹു, യുസ്തഹുന, തുസ്തഹു, തുസ്തഹുന, ഉസ്തഹു, നുസ്തഹു, സുതിഹത്ത്, തുസ്തഹു. അപ്പൊ ഇതില് കർമ്മണി പ്രയോഗം പറയുമ്പോൾ മധ്യത്തെ അക്ഷരം പ്രശ്നമല്ല. മധ്യത്തെ അക്ഷരം പ്രശ്നമല്ല. അപൂർണക്രിയയിലായിരുന്നാലും പൂർണ്ണക്രിയയിലായിരുന്നാലും. ഖലഖ എന്നുള്ളത് ഖുലിഖ ആയി, റഫ എന്നുള്ളത് റുഫിഅ ആയി, നസബ എന്നുള്ളത് നുസിബയായി. അപ്പൊ ഖലഖ, ഖലഖ യഖ്ലുഖു എന്നാണ്. സമിയ ആണെങ്കിലോ സമിയ എന്നുള്ളത് സുമിയ ആയി. അപ്പൊ അവിടെ നേരത്തെ തന്നെ അപൂർണക്രിയക്ക് കസ്റുണ്ട്, കസ്റുണ്ട്. ഫതഹാണി, ഫതഹ്, റഫ, റുഫിഅ, ഖലഖ, ഖുലിഖ, നസബ, നുസിബ, നസറ, നുസിറ. സമിയയിൽ മാത്രമേ മധ്യാക്ഷരം പൂർണ്ണക്രിയയിൽ കസ്റുള്ളൂ. അപ്പോൾ അവിടെ മാത്രം എന്താണ് കസ്ർ വരുന്നു. പിന്നെ അപൂർണക്രിയയിൽ വരുമ്പോൾ എല്ലാത്തിനും ഒരേപോലെയാണ്. ഖലഖ യഖ്ലുഖു എന്നാണല്ലോ അപൂർണക്രിയ വരിക. പക്ഷേ അപൂർണക്രിയയിൽ പാസീവ് വോയിസ് കർമ്മണി പ്രയോഗം വരുമ്പോൾ യുഖ്ലഖു, യുഖ്ലഖു. അതേപോലെ റഫഅയുടെ അപൂർണക്രിയ യർഫഉ എന്നാണ് വരേണ്ടത്. മധ്യത്ത് ഫതഹാണ്. അപ്പോൾ അതിന്റെ അപൂർണക്രിയയും എന്താണ്? യുർഫഉ എന്നാണ്. യുർഫഉ, യുർഫഉ, യുർഫഉന. അതേപോലെ നസബ യൻസിബു, യുൻസബു, യുൻസബൂന. സതഹ യസ്തഹു, സതഹ. അതേപോലെ സതഹ, സുതിഹ,
യുസ്തഹു, യുസ്തഹൂന. ഓക്കെ. ഇനി അപ്പൊ മൂന്നക്ഷര ക്രിയകളാണ് കൂടുതലും ഉള്ള ക്രിയകൾ നമ്മൾ പറഞ്ഞല്ലോ. ഈ മൂന്നക്ഷരങ്ങളോടൊപ്പം അധിക അക്ഷരം വന്ന ക്രിയകളുടെ പാസീവ് വോയിസ് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വായനയിൽ കളക്ട് ചെയ്ത് വെക്കണം. നമുക്ക് വേണമെങ്കിൽ അത് നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിൽ അത് ഉന്നയിച്ചാൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഉൻസില സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതാണ്. ധാരാളമായി വരുന്ന ഒരു ക്രിയയാണ് ഖുർആനിൽ. ഉൻസില, ഇറക്കപ്പെട്ടു. അപ്പൊ അൻസില ഗ്രൂപ്പ്, ഉൻസില ഗ്രൂപ്പ്. ചില ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് അഫല യൻദുറൂന. നളറയുടെ കൂടെ ഇല വരണം. നളറ, ഇല. നളറയുടെ കൂടെ ഇല വന്നിട്ടുണ്ടാകും. നമ്മുടെ പാഠപുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഗതികൾ മാറി വരുമ്പോൾ, സാധാരണ ഗതികളെന്നും ഗതികൾ മാറി വരുമ്പോൾ എന്നും ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നളറയിലൊന്നും പ്രത്യേകം പറയേണ്ടതില്ലാത്തത് കൊണ്ട് ഇവിടെ എടുത്തു ചേർത്തിട്ടില്ല. പക്ഷേ പ്രത്യേകം പരാമർശിക്കേണ്ട സന്ദർഭങ്ങൾ എടുത്തു ചേർത്തിട്ടുണ്ട്. അസ്ന അല, അഹാതബി, അസ്ഹബ അൻ, അർസല ഇല. അതിൽപ്പെട്ടത് തന്നെയാണ് നളറ ഇല. ലാ യൻദുറുല്ലാഹു ഇലാമൻ. ഹദീസിലും അതേ രീതി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അഫല യൻദുറൂന ഇല. അപ്പോ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് യൻദുറൂനയുടെ കർമ്മം ഏതാണെന്ന് നോക്കേണ്ടതില്ല. അഫല യൻദുറൂന, അവർ നോക്കുന്നില്ലേ? എന്തിനെ നോക്കുന്നില്ലേ? അഫല യൻദുറൂനയുടെ കർത്താവ് അതിൽ തന്നെ ഉള്ള ഹും ആണ്. പക്ഷെ കർമ്മം എവിടെ? അപ്പൊ നളറ എന്നത് കർമ്മം ഇല്ലാത്ത രീതിയിലാണ് ഉപയോഗിക്കുന്നത്. കർമ്മമില്ലാത്ത രീതിയിലാണ് ആ ക്രിയ ഉപയോഗിക്കുന്നത്. കർമ്മമില്ലാത്ത ക്രിയയുടെ പേരുകൂടെ പഠിച്ചു വെക്കണം. കർമ്മം ഉള്ള ക്രിയയ്ക്ക് നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചു വെക്കുന്നതാണ് നല്ലത് കേട്ടോ. അറബി ഞാൻ മനഃപൂർവ്വം നിങ്ങൾ പഠിപ്പിക്കാത്തതാണ്. ഇൻഷാ അല്ലാഹ് ഡിപ്ലോമയ്ക്ക് മുമ്പ് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ഗ്രാമറിനും നമ്മൾ ഈ ഗ്രാമറിന്റെ അപ്പുറം വേറൊരു ഗ്രാമറാണ് ഞാൻ നേരത്തെ പറഞ്ഞെന്ന് പറയാൻ വിട്ടുപോയി. അതായത് ഗ്രാമറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ ഒന്ന് സർഫ് എന്നും രണ്ട് നഹ്വ് എന്നും ഡിവൈഡ് ചെയ്യാം. സർഫ് എന്നും നഹ്വ് എന്നും. ഈ സർഫും നഹ്വും കഴിഞ്ഞാൽ പിന്നീട് ഒരു ഭാഗമുണ്ട്, അത് ബലാഗ എന്ന് പറയും, അല്ലെങ്കിൽ ഇൽമുൽ ബയാൻ എന്ന് പറയും. അത് ഭാഷാശാസ്ത്രം, ഭാഷാ പ്രയോഗങ്ങളും ശാസ്ത്രവും വിശദീകരിക്കുന്ന ഒരു ഭാഗം വേറെയുണ്ട്. അത് കഴിഞ്ഞിട്ട് പദ്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന വേറൊരു ഭാഗമുണ്ട്, അറൂദ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഭാഷയ്ക്ക് വേറെ വേറെ, നമ്മൾ മലയാളത്തിലെ ഉൾപ്രേക്ഷ, ഉപമ, അലങ്കാരം, വൃത്തം എന്നൊക്കെ പറയുന്ന പോലെ മലയാള ഭാഷയുടെ ഗ്രാമർ നമുക്കറിയില്ലല്ലോ. മലയാള ഭാഷയുടെ ഗ്രാമർ അറിയില്ല. അങ്ങനെയുള്ള നമ്മളാണ് അറബി ഗ്രാമർ മനസ്സിലാക്കിയാലേ ഖുർആൻ മനസ്സിലാവൂ അല്ലെങ്കിൽ അറബി ഭാഷ മനസ്സിലാവൂ എന്ന് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചിരിക്കുന്നിടത്താണ് തെറ്റ്. നമുക്ക് അത്യാവശ്യം വേണ്ട ഗ്രാമർ മനസ്സിലാക്കുക, പിന്നീട് ഓൺ ദ വേയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കൊള്ളും. അപ്പോൾ ബലാഗയും ഇൽമുൽ ബയാനും അതേപോലെ അറൂദയിലേക്കും നമ്മൾ എന്തായാലും പോകുന്നില്ല. അപ്പോൾ അതല്ലാത്ത ഗ്രാമറൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സംശയം ചോദിച്ചാൽ ഡിപ്ലോമ ഫൈനലിന് മുമ്പ് പറഞ്ഞു തരും. അപ്പൊ ഇവിടെ ഞാൻ യൻദുറു എന്നത് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇൻട്രാൻസിറ്റീവ് വെർബ്. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഉള്ള വെർബാണ് ട്രാൻസിറ്റീവ് വെർബ്. ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഇല്ലാത്ത വെർബ്. അപ്പൊ നളറ എന്ന ക്രിയ ഉപയോഗിക്കുന്നത് എന്താണ്? ഇൻട്രാൻസിറ്റീവ് വെർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ട് അവ ഒബ്ജക്റ്റിനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇല ഉപയോഗിച്ചിട്ട് പറയും. അഫല യൻദുറൂന ഇലൽ ഇബിലി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്, നമുക്ക് അതിന്റെ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടേണ്ട. ഒബ്ജക്റ്റിനെ കുറിച്ച് ചോദ്യം ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാൽ തന്നെയും ഇത് ഇൻട്രാൻസിറ്റീവ് വെർബാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാൽ മതി. അഫല യൻദുറൂന, അപ്പോൾ അവർ നോക്കുന്നില്ലേ?
അഫല എന്നത് പല പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുള്ള ഒരു പ്രയോഗമാണ്. അഫല 45 പ്രാവശ്യം അഫല എന്ന് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അഫല ആയും ലായും ആണ് ഇതിൽ യഥാർത്ഥത്തിലുള്ളത്. ഫ എന്താണ്? ഫ അങ്ങനെ ഒരു പ്രയോഗത്തിലൂടെ വരുന്നതാണ്. യഥാർത്ഥ ഫ അധികമാണ് എന്ന് നമുക്ക് എന്ന് നമുക്ക് പറയാൻ പാടില്ല. കാരണം ഖുർആനിൽ ഒരു അക്ഷരവും അധികമില്ല. ഖുർആൻ എല്ലാം എന്താണ്? അള്ളാഹു കറക്റ്റായിട്ട് അളന്ന് തൂക്കി അക്ഷരങ്ങൾ കൃത്യമായി ഘടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫ അവിടെ അധികമാണെന്ന് പറയാൻ പാടില്ല. ജായിദ എന്നൊക്കെയാണ് ഭാഷയിൽ പറയുന്നത്. ജായിദയാണ് എന്ന് പറയാൻ പാടില്ല ഖുർആനെ സമയത്തോളം. അപ്പൊ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ ആയും ലായ്ക്കുമാണ് ഇവിടെ അർത്ഥമുള്ളത്. ആ ലാ അല്ലേ എന്നാണ്. അതേസമയം ആയും ലായും ചേർന്ന് ആയും ലായും മാത്രം അല എന്ന് വരുന്ന വേറെ ഒരു പദമുണ്ട്. അല അല യദുന്നു അല യദുന്നു എന്ന് വരും. അല യദുന്നു, അതായത് അവർ കരുതുന്നില്ലേ, അങ്ങനെ വരും. അതേപോലെ തന്നെ അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയുമ്പോൾ എന്തായി? അലാ നിങ്ങൾ അറിയുക, അതായത് കേൾവിക്കാരന്റെ ശ്രദ്ധയെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. അലാ അല ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹദീസിലുണ്ട്, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹൽ ജസദു കുല്ലു. ഹൃദയത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. ശരീരത്തിൽ ഒരു മാംസപിണ്ഡം, ഹൃദയത്തിലല്ല, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, ആ മാംസപിണ്ഡം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. അത് ഹൃദയമാണെന്ന് പിന്നെ ഹദീസ് വിശദീകരിക്കുന്നു. അപ്പോൾ അല എന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന പ്രയോഗമുണ്ട്. അതേസമയം അല ഇല്ലേ എന്നും പ്രയോഗിക്കുന്നുണ്ട്. അല യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം. സൂറത്തുൽ മുത്തഫിഫീനിൽ ഇവിടെ അഫല എന്നാണ് വന്നിരിക്കുന്നത്. അഫല വന്നു കഴിഞ്ഞാൽ അഫല യൻദുറൂന, അഫല യൻദുറൂന എന്ന് പറഞ്ഞാൽ ഈ യൻദുറുവിന്റെ നേരെ വിപരീതമായ ആശയമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നദറ നോക്കി. എന്തുകൊണ്ടാണ് നോക്കുന്നത്? കണ്ണുകൊണ്ടാണ് സാധാരണ മനുഷ്യന്മാർ നോക്കുന്നത്. അപ്പോ ഒരു അഫല യൻദുറൂന എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? നിങ്ങളുടെ കണ്ണൊക്കെ നിങ്ങൾ എന്താണ്, കുരുടന്മാരാണോ, നോക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നില്ല. അഫല കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? ഏത് ക്രിയയാണ് അവിടെ വന്നിരിക്കുന്നത് അതിന്റെ നേരെ വിപരീതം അവിടെ തുളച്ചു കയറുന്ന രീതിയിലുള്ള പ്രയോഗമാണ് ഖുർആൻ പ്രയോഗിക്കുന്നത്. അഫല യതദബ്ബറൂൻ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പൊ എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ ആള് താമസമില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ അത് വളരെ രൂക്ഷമായ ഒരു പ്രയോഗമാണ്. അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. അപ്പോ മനുഷ്യന്മാര് നോക്കുന്നില്ലേ, നിങ്ങൾ ദിനേന നിത്യവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരു മൃഗമാണല്ലോ ഒട്ടകം. എന്താണോ, കണ്ണുപൊട്ടന്മാരാണോ നിങ്ങൾ നോക്കുന്നില്ലേ? കൈഫ ഖുലിഖത്, എങ്ങനെയാണ് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ബാക്കി പിന്നെ വിശദീകരിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണ്? ഖുർആൻ സയൻസ് ഗ്രന്ഥമല്ല. ചില ആൾക്കാർ പറയും ഖുർആനിൽ എല്ലാ ശാസ്ത്രം ഉണ്ടെന്ന് പറയും. ഖുർആനിലുള്ളത് ഒരൊറ്റ ശാസ്ത്രമാണ്. അതെന്താണ്? ഒരു സമഗ്ര സമ്പൂർണ്ണ ജീവിത പദ്ധതി മനുഷ്യന്മാർക്ക് അവതരിപ്പിക്കുക എന്നതാണ് ഖുർആൻ ചെയ്യുന്നത്. ഇത് മനുഷ്യന്റെ ഹൃദയങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ മസ്തിഷ്കം കൊണ്ട് ലബോറട്ടറിയിൽ തെളിയിക്കാൻ പറ്റാത്ത വസ്തുതകളാണ് ഖുർആൻ സമർപ്പിക്കുന്നത്. അതിനാണ് പ്രവാചകനാകുന്നത്. പ്രവാചകൻ പഠിപ്പിക്കുന്ന ഗൈബിയായ കാര്യങ്ങളാണ്. ഒരു മനുഷ്യന്റെ ചിന്ത കൊണ്ട് ലബോറട്ടറിയിൽ തെളിയിക്കാൻ പറ്റാത്ത സംഗതികൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വരുന്നത്. ആ പ്രവാചകന്മാരെ കൊണ്ടുവരുന്ന ദൈവിക ഗ്രന്ഥവും എന്താണ്? ഇതേപോലുള്ള ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് ഖുർആൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, ആധുനിക ശാസ്ത്രം നമ്മെ വിമർശിക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഒഴിമ്പെടുന്ന സ്വഭാവത്തിൽ ഈ ഖുർആൻ ശാസ്ത്രീയമായ ഗ്രന്ഥമാണ് അങ്ങനെയല്ല പറയേണ്ടത്. ഖുർആനിൽ ശാസ്ത്രത്തിന് വിരുദ്ധമായ ഒരു സംഗതിയും ഇല്ല എന്നാണ് നമ്മൾ പറയേണ്ടത്. അതേസമയം മനുഷ്യനെ കൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ ചിന്തിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ വേദഗ്രന്ഥം
വേദഗ്രന്ഥങ്ങളൊന്നും ലോകത്തില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. വേദഗ്രന്ഥങ്ങൾ ഖുർആൻ ഒഴികെ ബാക്കിയുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം എന്തായി? അപ്രസക്തമായി പോവുകയും അതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ജൂതന്മാരുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് അത് തൗറ അല്ല. ഒറിജിനൽ തൗറ അവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതിനു ശേഷം പിന്നീട് ലേഖനങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. ഓർമ്മയിൽ നിന്നും എഴുതിയെടുത്ത ലേഖനങ്ങളാണുള്ളത്. അതേപോലെ പുതിയ നിയമത്തെക്കുറിച്ച് എനിക്ക് കുറെ കൂടെ അറിയാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നതെല്ലാം ലേഖനങ്ങളാണ്. പുതിയ നിയമം എടുത്ത് നോക്കിയാൽ അതാണ് നമ്മുടെ ഇഞ്ചീൽ എന്ന് നമ്മളല്ല, അഥവാ അതാണ് ഇഞ്ചീൽ എന്ന് അവകാശപ്പെടുന്നവർ പറയുന്നത്. പക്ഷെ അങ്ങനെ ഇഞ്ചീൽ എന്ന് അവകാശപ്പെടാൻ പറ്റിയ രീതിയിലുള്ളതല്ല ഇന്നുള്ള ബൈബിൾ. ആ ബൈബിൾ എന്താണ്? ലൂക്കോസിന്റെ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, കൊരിന്ത്യർക്കെഴുതിയ ലേഖനങ്ങൾ, അങ്ങനെ സുവിശേഷങ്ങളുടെയും ലേഖനങ്ങളുടെയും സമാഹാരമാണ് ഇന്നുള്ള പുതിയ നിയമം എന്ന് പറയുന്നത്. അത് അന്ന് അവതരിച്ച ഇഞ്ചിയിലോ അല്ലെങ്കിൽ അതിൻ്റെ മനുഷ്യകരങ്ങൾ കൈകടത്തിയെന്ന് നമ്മൾ പറയുമല്ലോ, അങ്ങനെ മനുഷ്യകരങ്ങൾ കൈകടത്തപ്പെട്ട ഒരു വെർഷനോ അല്ല ഉള്ളത്. മറിച്ച് ഇന്നുള്ളത് എന്താണ്? മുഴുവൻ മനുഷ്യന്മാർ എഴുതിയതാണ്. പിന്നീട് അവർ മഹാസഭകൾ കൂടുകയും ആ സഭയിൽ ചർച്ച ചെയ്യുകയും ഇത് ദൈവിക ഗ്രന്ഥത്തിന്റെ ഭാഗമാക്കണം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തീരുമാനിച്ചിട്ട് ദൈവിക ഗ്രന്ഥത്തിന്റെ ഭാഗമാക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ എന്താണ് ബൈബിൾ എന്നും അതിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് വിക്കിപീഡിയയിൽ ബ്രൗസ് ചെയ്താൽ കൃത്യമായി ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, അപ്പോൾ അങ്ങനെ ഒരു ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുന്ന വേദഗ്രന്ഥം എന്ന് അവകാശപ്പെടുന്ന വേദഗ്രന്ഥങ്ങളില്ല. അതേസമയം ഖുർആനിൽ എന്ത് ചെയ്യാണ്? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ നോക്കുന്നില്ലേ, ശാസ്ത്രീയ കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഒട്ടകത്തെക്കുറിച്ച് എൻ്റെ സവിശേഷത എന്തായിരുന്നു? 6 മാസം വരെ അതിന് വെള്ളം കുടിക്കേണ്ട. ഒരു പ്രാവശ്യം സ്റ്റോർ ചെയ്താൽ 6 മാസത്തേക്കുള്ള വെള്ളം അത് കുടിച്ചോളും. അതെല്ലാം എന്ത് ചെയ്യും? അതെല്ലാം റിസർവ് ടാങ്കിൽ വയ്ക്കും. റിസർവ് ടാങ്കിൽ നിന്നും പിന്നീട് എന്ത് ചെയ്യും? പിന്നെ യൂസ് ചെയ്യുന്ന ടാങ്കിലേക്ക് കുറേശ്ശെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് അതിൻ്റെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ വെള്ളം ഉപയോഗിക്കുന്നത്. ബാക്കി നേരത്തെ തന്നെ കുടിച്ച് സ്റ്റോക്ക് ചെയ്ത വെള്ളം അവിടെ റിസർവ് ആയിട്ടുള്ള ടാങ്കിൽ വെച്ചേക്കും. അതേപോലെ അതിൻ്റെ പാദങ്ങളെ, അതിൻ്റെ കുളമ്പ് മണലിലാണ് അത് ജീവിക്കുന്നതെങ്കിലും അതിൻ്റെ കുളമ്പ് മണലിൽ താഴ്ന്നു പോകാത്ത രീതിയിലാണ് അതിൻ്റെ കുളമ്പുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ പൂഞ്ഞ എന്ന് പറയുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ അത് ദീർഘകാലം ആഹാരമില്ലാതെ വരുമ്പോൾ അതിൻ്റെ ആഹാരം സ്റ്റോർ ചെയ്ത് വെക്കുന്ന പൂഞ്ഞയാണ്. അത് കൊഴുപ്പ് രൂപത്തിൽ അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആഹാരം പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും? ആഹാരം ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സംഗതികൾ അതിനെക്കുറിച്ച് പറയാനുണ്ടാവും. അതുകൊണ്ടാണ് ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നോക്കുന്നില്ലേ? അതേപോലെ അഫല യൻദുറൂന വഇല സമാഇ കൈഫ റുഫിഅത്, ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ശാസ്ത്രമല്ല പറയുന്നത്. ശാസ്ത്രം മനസ്സിലാകാതിരുന്ന ഒരു കാലഘട്ടത്തിലെ മനുഷ്യന്മാരെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. അപ്പോൾ ആകാശം എന്ന് പറയുന്നത്, അത് ശാസ്ത്രീയമായി ആകാശം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്നൊരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം. ആകാശം എന്ന് നാം പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇനി അങ്ങനെ ഒന്നില്ല എന്ന് ശാസ്ത്രീയമായി പറഞ്ഞാൽ പോലും ഖുർആൻ അങ്ങനെ സമാ എന്ന് പറയുന്നത് ഒരു അറുള് പോലെ ഒരു അറുളെന്ന് പറഞ്ഞ അറുളും ശംസും പോലെ ഒരു എൻറ്റിറ്റി അല്ല സമാ എന്ന് പറയുന്നത്. അറുളെന്ന് പറയുന്നത് എന്താണ്? ഒരു എൻറ്റിറ്റിയാണ്, ഒരു അസ്തിത്വമാണ് ഭൂമി. ഷംസ് എന്ന് പറയുന്ന ഒരു അസ്തിത്വമാണ്, ഒരു എൻറ്റിറ്റിയാണ്. അതേസമയം സമ എന്ന് പറയുന്നതോ, സമ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ആയിട്ടല്ല ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് എന്താണ്? സമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്നു എന്നാണ്. ഉയർന്നത് എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ നിങ്ങൾ മേലെ കാണുന്ന, അപ്പോൾ എന്താണ്? വൈല സമായി കൈഫ റുഫിഅത്, ആകാശം എങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അർത്ഥം, നിങ്ങൾ ആകാശത്തിൽ കാണുന്ന വസ്തുക്കളെ എങ്ങനെയാണ് അവിടെ ഉയർത്തി നിർത്തിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? കോടാനകോടി പ്രകാശവർഷം അകലെ നിൽക്കുന്ന സൂര്യൻ
ആ സൂര്യന്റെ രശ്മിയെ ആശ്രയിച്ചാണ് മനുഷ്യന്റെ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. ഭൂമി തന്നെയും അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ മുകളിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നു, കുറേ സമയം നിങ്ങൾ കാണുന്നില്ല. പിന്നെ കുറേ സമയം വേറെ ഗ്രഹങ്ങളെ, നക്ഷത്രങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്, മറ്റ് നക്ഷത്രങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ നിങ്ങൾ ആ കാണുന്ന നക്ഷത്രങ്ങളെ എങ്ങനെയാണ് അവിടെ നിർത്തിയിരിക്കുന്നത്? നിങ്ങളൊരു കല്ല് മുകളിലേക്ക് ഇട്ടാൽ അത് താഴേക്ക് വീഴും, പക്ഷേ ആ നക്ഷത്രങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു. നിങ്ങളതിനെ സമയം അറിയാൻ ഉപയോഗിക്കുന്നു, അതേപോലെ ദിശ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. ഗ്രഹങ്ങളൊക്കെ ഉദിച്ച് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെയൊക്കെ സമയനിർണ്ണയത്തിനും സ്ഥാനനിർണ്ണയത്തിനും വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നു. അതിനെങ്ങനെയാണ് ഉയർത്തി നിർത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ അവർ നോക്കുന്നില്ലേ എന്നാണ്. വേറെ സ്ഥലത്ത് സൂറത്ത് ലുഖ്മാനിൽ പറയുന്നത് ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു തൂണുകളും ഇല്ലാതെയാണല്ലോ അതിനെ നിർത്തിയിരിക്കുന്നത്, നോക്കുന്നില്ലേ എന്നാണ്. അതേപോലെ ഉലിൽ ജിബാലി കൈഫ നുസിബത്ത്, പർവ്വതങ്ങളെ എങ്ങനെയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന്, നാട്ടിയിരിക്കുന്നത്. പർവ്വതങ്ങൾ എങ്ങനെയാണ് നാട്ടിയിരിക്കുന്നത് നോക്കിയാൽ, പർവ്വതശാസ്ത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പർവ്വതത്തിന്റെ കാൽഭാഗമാണ് നമ്മൾ കാണുന്നുള്ളൂ, ബാക്കി മുക്കാൽ ഭാഗം എന്താണ്? 2/3 ഭാഗവും 1/3 ഭാഗമാണ് മുകളിൽ കാണുന്നത്. 2/3 ഭാഗവും അതിന്റെ താഴെയാണ്, ഭൂമിയുടെ താഴെയാണുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വൽ ജിബാല ഔതാദ, ഭൂമിയെ ആണികളാക്കി നിങ്ങൾക്ക് മാറ്റിയിരിക്കുന്നു. അതേപോലെ പറഞ്ഞു പർവ്വതങ്ങളെ നാം സ്ഥാപിച്ചിരിക്കുന്നത് തമീദബിക്കും, ഭൂമി നിങ്ങളെയും കൊണ്ട് മറിഞ്ഞു കളയാതിരിക്കുന്നതിന് വേണ്ടിയാണ്, അതിന്റെ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അതിന്റെ ബാലൻസ് ഇല്ലാതെ വരുമ്പോൾ ഭൂമി കുലുക്കമോ അതല്ലെങ്കിൽ ഉരുൾപൊട്ടലോ ഒക്കെ അതുപോലുള്ള മറ്റ് സംഭവ വികാസങ്ങളോ ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ലഹ്റൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്, ഭൂമിയിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും അതേപോലെ അസ്വാഭാവികതകൾ, നേരത്തെ കണ്ടിട്ടില്ലാത്ത അസ്വാഭാവികതകൾ, സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യ കരങ്ങൾ കൈകടത്തിയത് കൊണ്ടാണെന്ന് പറയുന്നു. കരയിലും കടലിലും ഇപ്പോൾ ആകാശത്തും കുഴപ്പങ്ങൾ നടമാടുന്നത് മനുഷ്യ കരങ്ങൾ കൈകടത്തിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വൈരൽ ജിബാലി കൈഫി നുസിബത്ത്, പർവ്വതങ്ങൾ എങ്ങനെ നാട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. പർവ്വതം മറിഞ്ഞു വീഴുന്നില്ല, സാധാരണഗതിയിൽ പർവ്വതം മറിഞ്ഞു വീഴുന്നില്ല. അസ്വാഭാവികതകൾ ഉണ്ടാകുമ്പോഴാണ് അത് മറിഞ്ഞു വീഴുന്നത്. കാരണം 2/3 ഭാഗം താഴെയുണ്ട് എന്നതാണ്. വൈലൽ അർദി കൈഫ സുത്ഹത്ത്, ഭൂമിയെ എങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു എന്ന്. വൈലൽ അർദി, ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, കൈഫ സുത്ഹത്ത്, അത് എങ്ങനെ പരത്തപ്പെട്ടു എന്ന്. അപ്പൊ ഇവിടെയാണ് വിഷയം. ഭൂമി പരന്നതാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അതെങ്ങനെ പരത്തപ്പെട്ടു എന്നത് ഒരു സവിശേഷതയായിട്ടാണ് എടുത്തു പറഞ്ഞത്. കാരണം എന്താ? നിങ്ങൾ അങ്ങനെ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്, ഭൂമിയിലൂടെ നിങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ച് പോവുകയാണ്. there is no end, അവസാനിക്കുന്നില്ല. അവസാനിക്കുന്നില്ല. കാരണം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് അടുത്ത ഭൂഖണ്ഡത്തിലെത്തി. ഏഷ്യയിൽ നിന്ന് സഞ്ചരിച്ച് അടുത്ത ഭൂഖണ്ഡത്തിലെത്തി, അതിൻ്റെ അടുത്ത് അവിടെ നിന്ന് സഞ്ചരിച്ച് അതിൻ്റെ അടുത്ത ഭൂഖണ്ഡത്തിലെത്തി. അടുത്ത ഭൂഖണ്ഡത്തെത്തിയപ്പോഴത്തേക്ക് എന്തായി? നമ്മൾ ഭൂമി ഉരുണ്ടതാണ് എന്നാണല്ലോ പറയുന്നത്. ആ ഭൂമിയുടെ മറുഭാഗത്തെത്തി, അവിടെ നിന്ന് വീണ്ടും നടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് ഭൂമിയെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അതിനെ വലം വയ്ക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല, മറിച്ച് നമ്മൾ സഞ്ചരിക്കുന്നതായിട്ട് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. പക്ഷേ ഭൂമിയെ മുഴുവൻ നമ്മൾ ചുറ്റി. അപ്പോൾ ഭൂമിയെ നമ്മൾ ചുറ്റുന്നു എന്ന് നമുക്ക് തോന്നാതെ തന്നെ, നമുക്കങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകാതെ തന്നെ ഭൂമിയെ നാം ചുറ്റുന്നു. പക്ഷേ നാം യഥാർത്ഥത്തിൽ ചുറ്റുകയല്ല, സഞ്ചരിക്കുകയാണ് ചെയ്തത്. സഞ്ചരിച്ചപ്പോൾ അവിടെ എവിടെയും എൻഡില്ല. അങ്ങനെ എൻഡില്ലാതെ വരണമെങ്കിൽ അത് പരന്ന ഒരു സാധനത്തിൽ എൻഡില്ലാതെ വരികയില്ല. പരന്ന ഒരു സാധനത്തിൽ എൻഡുണ്ടാകും. അതേസമയം ഉരുണ്ടതാണെങ്കിലോ, അഥവാ എൻഡില്ലാതെ വരണമെങ്കിൽ എന്ത് വേണം? അവസാനിക്കാതെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണമെങ്കിൽ എന്ത് വേണം? അത് ഉരുണ്ടതായിരിക്കണം. അപ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് ഇവിടെ പറയാതെ പറയുകയാണ്. കാരണം അത് പരന്നതായി നിങ്ങൾക്ക് തോന്നുന്നു. അതെങ്ങനെ പരന്നു? നിങ്ങൾ എവിടെ ചെന്നാലും പരന്നിരിക്കുന്നു.
പരന്ന ഒരു സാധനമാണ് എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് എന്താകും, അതിന്റെ എൻഡിൽ ചെല്ലുമ്പോൾ അവിടെ തീർന്നു, പിന്നെ ടിം എന്ന് പറഞ്ഞ് താഴോട്ട് അടിയും പോവാം. ഇവിടെ അങ്ങനെ ഒരു താഴോട്ട് പോകില്ല. അതാണ് കൈഫസുത്തിഹത്ത്. ഇവിടെ ഇത്രയും പറഞ്ഞതിൽ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട വേറെ ഒരുപാട് സംഗതികളുണ്ട്. ആദ്യം പറഞ്ഞ എന്താണ്, ഇരൽ ലിബിലി കൈഫ ഖുലിഖത്ത്. അവിടെ ഒരു ജന്തുശാസ്ത്രത്തിന്റെ ഒരു അടയാളം നമുക്ക് കാണാൻ പറ്റും. ജന്തുക്കളെ ഇബിലിനെ ജന്തുക്കളിൽ ഒന്നിനെ എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു സവിശേഷതമായ എൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ സവിശേഷതമായ പ്രതിഭാസമാണ്. അതുകൊണ്ട് ഇബിലിനെ നോക്കുന്നില്ല എന്ന് ചോദിച്ചു. അതേപോലെ തന്നെ ആകാശം എന്ന് പറയുന്നത് ഗോളങ്ങളെ കുറിച്ചുള്ള പഠനവും അതേപോലെ അതുമായി ബന്ധപ്പെട്ട ഗോളശാസ്ത്രത്തിലേക്കുള്ള സൂചന അതിലേക്കുള്ള ഒരു സൂചനയുണ്ട്. അപ്പോ സമ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മേലെയുള്ള സംഗതികൾ നമുക്ക് നോക്കാൻ പറയുന്നു എന്നതിലൂടെ ഗോളശാസ്ത്രത്തെ മൊത്തം പഠിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഗതിയാണ് ഖുർആൻ എന്ന് പറയുന്നത്. അതേപോലെ ജിബാലി കൈഫ നസിബത്ത്, പർവ്വതശാസ്ത്രം, അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങൾ പഠിക്കാനും നമ്മെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. വൈലൽ അർളി കൈഫ സുത്തിഹത്ത്, ജിയോഗ്രഫി പഠിക്കണം. അപ്പോ മനുഷ്യന്റെ ചിന്തയെ എല്ലാ മേഖലയിലേക്കും തിരിച്ചുവിടുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാരെന്ന് പറയുന്നത് വെറും ഇസ്ലാമിക പണ്ഡിതന്മാരല്ല. അവര് ഒരേ സമയം തന്നെ രസതന്ത്രജ്ഞന്മാരും അതേപോലെ ഗോളശാസ്ത്രജ്ഞന്മാരും ഗണിതശാസ്ത്രജ്ഞന്മാരും ഭിഷഗ്വരന്മാരുമായിട്ടുള്ള ഭിഷഗ്വരന്മാരും അതേസമയം തന്നെ ഖുർആൻ വിജ്ഞാനീയങ്ങളിൽ അവഗാഹം നേടിയവരും ഉണ്ടായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ ഭൗതികതയെക്കുറിച്ച് അറിയാത്ത മുല്ലമാരും ദീനറിയാത്ത മിസ്റ്റർമാരും ഉണ്ടായ ഒരു കാലം ഉണ്ടായി എന്നത് ഇതിൻ്റെ ഒരു വിധി വൈപരീത്യം മാത്രമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. നമുക്ക് കഴിഞ്ഞ പാഠങ്ങളിലുള്ള എന്തെങ്കിലും റിവിഷൻ ചെയ്യാനുണ്ടോ എന്ന് നോക്കാം. ശതമാനം എന്ന് പറയുന്നത് 69 തന്നെ നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ കൂടുതൽ ഭാഷാപരമായി നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. നമുക്ക് ഖുർആന്റെ 10ാമത്തെ പേജ് വായിച്ചു നോക്കാം. 10ാമത്തെ പേജ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ 62ാമത്തെ സൂക്തം നമുക്ക് നമ്മൾ പഠിച്ച ഗ്രാമർ അല്ലാതെ വേറെ ഗ്രാമർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാകേണ്ടത്. ഇവിടെ ഒന്നാമത്തെ സംഗതി ഇന്നല്ലദീന ആമനു. ഇന്ന കഴിഞ്ഞിട്ട് എന്ത് വന്നു? അല്ലദീന വന്നു. അപ്പൊ ഇന്ന കഴിഞ്ഞ് വരുന്നതിന് എന്ത് ചെയ്യണം? ഇന്ന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണോ പറഞ്ഞത് അതിന് ഫത്ഹ കൊടുക്കണം, അല്ലേ? പക്ഷെ ഇവിടെ ഇന്ന കഴിഞ്ഞിട്ട് എന്താ വന്നത്? ഇന്ന ഉപയോഗിച്ച് അല്ലദീനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് അല്ലദീനയുടെ അന്ത്യം മാറാത്തതാണ്. അന്ത്യം മാറാത്ത നാമങ്ങളുണ്ട് കേട്ടോ. അന്ത്യം മാറാത്ത നാമങ്ങൾ നിങ്ങൾക്ക് ചില സംഗതികൾ എഴുതി വയ്ക്കാം. അന്ത്യം മാറാത്തവ സർവനാമങ്ങൾ അന്ത്യം മാറുന്നതല്ല. അതേപോലെ അല്ലദീനയും അല്ലദീ എഴുതുക. അല്ലദീയും അതിൻ്റെ വകഭേദങ്ങളും അന്ത്യം മാറാത്തതാണ്.
അല്ലതിയുടെ വകഭേദങ്ങൾ എന്തൊക്കെയാണ്? അല്ലതി, അല്ലതി പുല്ലിംഗം, പുല്ലിംഗ ഏകവചനം. അല്ലദീന പുല്ലിംഗ ബഹുവചനം. അല്ലതിയുടെ സ്ത്രീലിംഗമാണ് അല്ലത്തി. അപ്പൊ അല്ലത്തിയുടെ ബഹുവചനം അല്ലാത്തി. അപ്പോൾ അങ്ങനെ വരുന്ന അല്ലതിയുമായി ബന്ധപ്പെട്ട് വരുന്ന പദങ്ങൾ അതിൻ്റെ ഒന്നും അവസാനം മാറുന്നതല്ല. പിന്നെ നമ്മൾ പഠിച്ച മൻ, മ, മൻ, മ ഇവയുടെയും അന്ത്യം മാറുന്നതല്ല. അവ്യയങ്ങൾ നമ്മൾ പഠിച്ച കുറെ അവ്യയങ്ങൾ നമ്മൾ പഠിച്ചു. മന്നും മായും അവ്യയങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തേണ്ടതല്ല, അതുകൊണ്ടാണ് ഞാൻ വേറെ പറഞ്ഞത് കേട്ടോ. അല്ലദീനയുടെ വേറൊരു കാറ്റഗറിയാണ് മന്നും മായും. മന്നെന്ന് പറഞ്ഞാൽ ആര് എന്നാണ്. അപ്പോ മാ എന്ത്, അല്ലെങ്കിൽ എന്താണോ അത്, അങ്ങനെ ആ അർത്ഥത്തിലേക്ക് വരും. അപ്പൊ അല്ലദീനയുടെ അല്ലദിയുടെ വേറൊരു ഇനമായി. അപ്പോൾ ആ കാറ്റഗറി ഒന്നും അന്ത്യം മാറുന്നതല്ല. അവ്യയങ്ങളുടെ അന്ത്യം മാറുന്നതല്ല. അവ്യയങ്ങൾക്ക് ഉദാഹരണം നമുക്കറിയാം. ലി, മിൻ, അൻ, മ, ബി, ഫി, അല, ഇല. ഇതൊക്കെ എന്താണ്? അവ്യയങ്ങളാണ്. അപ്പൊ ഈ അവ്യയങ്ങളുടെ ഒന്നും അന്ത്യം മാറുന്നതല്ല. അന്ത്യം അതേപോലെ പൂർണ്ണക്രിയയുടെ അന്ത്യം മാറുന്നതല്ല. പൂർണ്ണക്രിയയുടെ അന്ത്യം മാറുന്നതല്ല. അപ്പൊ ഫതഹ, ഫതഹു എന്ന് മാറിയതോ? ഫതഹ, ഫതഹു എന്ന് മാറിയത് എന്താണ്? അതിനെ ഉദ്ദിഷ്ടാർത്ഥം ലഭിക്കുന്നതിന് വേണ്ടി പരിവർത്തിപ്പിക്കുന്നതാണ്. അതേസമയം ഇന്നയോ കാനയോ അതേപോലെ എന്തെങ്കിലും ഒരു വാക്ക് മുമ്പിലോ പിറകിലോ വന്നത് കാരണമായി പൂർണ്ണക്രിയയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഒരു വാക്യത്തിൽ അതിൻ്റെ സ്ഥാനം മാറി വരുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ തൊട്ട് മുമ്പോ ശേഷമോ മറ്റൊരു പദം വന്നത് കാരണമായോ പൂർണ്ണക്രിയയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഫതഹു എപ്പോഴും ഫതഹു തന്നെയായിരിക്കും. അതേസമയം മാറുന്നത് ഏതാണ്? നാമങ്ങളുടെ അന്ത്യം. നാമങ്ങളിൽ അന്ത്യം മാറാത്ത ചില നാമങ്ങളുണ്ട്, അത് വേറെ കാര്യം. നാമങ്ങളുടെ അന്ത്യവും അപൂർണക്രിയയുടെ അന്ത്യവുമാണ് മാറുന്നത്. നാമങ്ങളുടെ അന്ത്യവും അപൂർണക്രിയയുടെ അന്ത്യവുമാണ് മാറുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇത് ബോണസാണ്. കാരണം നമ്മൾ റിവിഷൻ്റെ ഘട്ടത്തിലാണുള്ളത്. അപ്പോൾ കുറേശ്ശെ കാര്യങ്ങൾ ബോണസായിട്ട് തരും. പിന്നീട് എപ്പോഴെങ്കിലും അത് ഔപചാരികമായിട്ട് പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നയ്ക്ക് ശേഷം വന്ന അല്ലദീനയുടെ ഫതഹ് എന്താണ്? ഇന്ന വന്നുകൊണ്ടുള്ള ഫതഹ് അല്ല. അല്ലദീന എപ്പോഴും അല്ലദീന തന്നെ ആയിരിക്കും. ആമനു വല്ലദീന ഹാദു. അപ്പൊ ഹാദു എന്ന് പറഞ്ഞാൽ യഹൂദികളായവർ, യഹൂദികൾ ആയവർ. അപ്പൊ ആമന വിശ്വസിച്ചു. ഹാദ എന്ന് പറഞ്ഞപ്പോ എന്തായി? ജൂതനായി. അല്ലദീന ഹാദു യഹൂദികളായവർ. അപ്പൊ അല്ലദീന ആമനു വിശ്വസിച്ചവർ, അല്ലദീന ഹാദു യഹൂദരായവർ. വൻ നസാറ. അപ്പൊ ഹാദു എന്നത് എന്തായി? എന്തത്? ക്രിയാരൂപമാണ്. ആമനയുടെ പോലത്തെ തന്നെ ക്രിയാരൂപമാണ് ഹാദു എന്നത്. അതേസമയം നസാറ എന്നത് നാമരൂപമാണ്. പക്ഷേ അവസാനം എന്താണ്? അതിൻ്റെ യാന്റെ രൂപത്തിലുള്ള അലിഫാണ്. അതിൻ്റെ അവസാനം മാറില്ല. വസ്സാബിഈന, സാബിഈന. അപ്പോ ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന. സാബിഈന എന്നത് എന്താണ്? ഇന്ന വന്നത് കൊണ്ട് സാബിഈന ആയതാണ് കേട്ടാ. അല്ലെങ്കിൽ എന്താവണം? സാബിഊന എന്നാവണം. വസ്സാബിഊന എന്ന് ഖുർആനിൽ വേറെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇന്ന വന്നാൽ ബഹുവചനങ്ങളിലൊക്കെ എന്താകണം? ഈനയുടെ രൂപത്തിലാണ് ഫതഹ് വരുന്നത്. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ. മൻ ആമന ബില്ലാഹി,
ആമന നമുക്ക് അറിയാം, ആമനയുടെ അവസാനം ഒന്നും മാറില്ല. ബില്ലാഹി, ആമന ബില്ലാഹി, ബി വന്നുകൊണ്ട് അള്ളാഹു എന്ന നാമത്തിന് കസ്ർ വന്നു. വൽ യൗമി, വാ ഉപയോഗിച്ച് തൊട്ട് മുമ്പുള്ളതിനോട് ചേർത്ത് പറഞ്ഞതുകൊണ്ട് ബില്ലാഹിയുടെ അതേ നിയമം യൗമിനും വന്നു. യൗമിൽ ആഹിരി എന്ന് പറഞ്ഞാൽ ആഹിറിന്റെ, അതായത് ആഹിറിനെ, യൗമിനെ ആഹിറിലേക്ക് ഇളാഫത്ത് ചെയ്തു, അതുകൊണ്ടാണ് ആഹിറിന് കസ്ർ വന്നത്. യൗമിന് കസ്ർ വരാൻ കാരണം അള്ളാഹു എന്ന നാമത്തോട് ചേർത്ത് വാ ഉപയോഗിച്ച് പറഞ്ഞു. ആമന ബില്ലാഹി വൽ യൗമി. ആഹിറിന് കസ്ർ വരാൻ കാരണം യൗമിൽ ആഹിരി, അന്ത്യത്തിന്റെ ദിവസം, അവസാനത്തേതായ ദിവസം. അപ്പോൾ ആഹിറിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് ആഹിറിന് കസ്ർ വന്നു. വ അമീല സ്വാലിഹൻ, അമീലേക്ക് ഫത്തഹ് വരാൻ കാരണം പൂർണ്ണക്രിയ ആയതുകൊണ്ട്, അന്ത്യം മാറുന്നതല്ല അത്. സ്വാലിഹന് ഫത്തഹ് വരാൻ കാരണം അതിൻ്റെ കർമ്മമായതുകൊണ്ട്. വ അമീല, അമീലയുടെ കർമ്മമാണ് സ്വാലിഹൻ. നല്ലതായ കാര്യം പ്രവർത്തിച്ചു. അപ്പൊ സാലിഹിൻ നമ്മൾ എന്താ അർത്ഥം പഠിച്ചത്? ആരെങ്കിലും ഒരാൾ പറയും സാലിഹിൻ എന്താ അർത്ഥം പഠിച്ചെന്ന്? സാലിഹ് സൽ സ്വഭാവി അല്ലെങ്കിൽ സൽ കർമ്മി എന്നൊക്കെയാണ് നമ്മൾ അതിന്റെ അർത്ഥം പഠിച്ചത്. സാലിഹ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സാലിഹ് നല്ലത്, സച്ചരിതൻ എന്നൊക്കെ അർത്ഥമുണ്ട്, എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. സാലിഹ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഗൾഫിലൊക്കെ പോയാൽ വാട്ടർ ടാങ്കിൽ എഴുതിയിട്ടുണ്ടാവും മിയാഹ് സാലിഹ് ലിശ്റുബ്, അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടാവും, വെള്ളം, തണുത്ത വെള്ളം കിട്ടുന്നതിന് വേണ്ടിയുള്ള റെഫ്രിജറേറ്റർ വെച്ചിട്ടുണ്ടാവും. അപ്പം അതിൽ എഴുതിയിട്ടുണ്ടാവും മിയാഹ് അല്ലെങ്കിൽ മാ സ്വാലിഹ് ലിശ്റുബ്, കുടിക്കാൻ നല്ലതായ വെള്ളം, പോർട്ടബിൾ വാട്ടർ എന്നൊക്കെ എൻ്റെ അർത്ഥം. അപ്പൊ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ നല്ലത്. അത് ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ ആ വ്യക്തി നല്ല വ്യക്തി. ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞാൽ സ്വാലിഹത്തിൻ, ആ സ്ത്രീ നല്ല സ്ത്രീ എന്നേ അർത്ഥമുള്ളൂ. നമ്മൾ പിന്നെ അതിനെന്ത് ചെയ്യുന്നു? സാഹിത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സൽക്കർമ്മി എന്നും സച്ചരിത എന്നും സച്ചരിതൻ എന്നൊക്കെ അർത്ഥം പറയുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ അർത്ഥം നല്ലതായ കാര്യം പ്രവർത്തിക്കുകയും ചെയ്തവൻ. ലഹും, അപ്പോൾ അവർക്കുണ്ട്. അജ്റുഹും, അജ്റുഹും. ഇവിടെ നമുക്ക് അജിറിന് ലമ്മ് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലമ്മ് മാറേണ്ടതായ ഒരു സാഹചര്യം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. അജ്റുഹും ഇന്ദ റബ്ബിഹിം. ഇന്ദ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. കസ്ർ വരുത്തുന്ന മറ്റ് പദങ്ങളുടെ കൂട്ടത്തിൽപ്പെടും. കസ്ർ വരുത്തുന്ന മറ്റ് പദങ്ങൾ. ആദ്യം നമ്മൾ കസ്ർ വരുത്തുന്ന പദങ്ങൾ പഠിച്ചു, ലീ, മിൻ, അൻ, മ. പിന്നീട് ബി, ഫി, അല, ഇല പഠിച്ചു, കസ്ർ വരുത്തുന്ന പദങ്ങൾ. അതിനൊന്നും എന്തില്ല, ഇന്ദ പഠിച്ചില്ല. അപ്പൊ ഇന്ദ എന്ന് പറയുന്നത് കസ്ർ വരുത്തുന്ന മറ്റ് പദമാണ്. അത് ഇലാഫത്ത്, നിർബന്ധ ഇലാഫത്തായിട്ടാണ് ഇന്ദ പോലെ വരുന്നത്. ഇന്ദ, അമാമ, ഖൽഫ, വറാ പോലുള്ള സ്ഥാനം പറയുന്നവ. അതേപോലെ അളവ് പറയുന്ന ബഅല്, കുല്ലി പോലുള്ള സംഗതികൾ. ഇന്ദ റബ്ബിഹിം ലാ ഖൗഫുൻ വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഇതിൽ വേറെ യാതൊരു കോംപ്ലിക്കേഷനോ കെട്ടിക്കൊടുക്കോ ഈ ആയത്തുകളിലില്ല. നമ്മൾ പഠിച്ച വ്യാകരണം മാത്രം വെച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാകും. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഹസീന, ദുഃഖിച്ചു. ഹസീന, ദുഃഖിച്ചു. ഹസനുൻ, ദുഃഖം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ പട്ടികയുടെ കൂട്ടത്തിൽ പഠിച്ചിട്ടുണ്ട്. وإذا أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. وإذا أخذنا ميثاقكم. മീസാഖിന് ഫത്തഹ് വരാൻ കാരണം എന്താണെന്ന് ആരെങ്കിലും ഒരാൾ പറയും? മീസാഖിന് ഫത്തഹ് വരാൻ കാരണം
കർമ്മമായതുകൊണ്ട്. അപ്പോൾ കർമ്മം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ കർമ്മം എന്ന് പറഞ്ഞെങ്കിൽ രക്ഷപ്പെടാനാണ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ രക്ഷപ്പെടുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ കർമ്മം എന്ന് പറയുമ്പോൾ ഏത് ക്രിയയുടെ കർമ്മം എന്നൂടെ പറയണം കേട്ടോ. അഹദ എന്ന ഇതിന്റെ കർമ്മമാണ്, അഹദ എന്ന ക്രിയയുടെ കർമ്മമാണ്. അഹദിന മീസാക്കും. അപ്പോ അഹദിനയുടെ കർത്താവ് ആരാണ്? അഹദിന കർത്താവ്, അഹദിന നഹ്നു, നെഹ്നുവാണ് കർത്താവ്. ഓക്കെ, നെഹ്നുവാണ് കർത്താവ്. അഖദ്ന മീസാഖക്കും വറഫഅന ഫൗഖക്കും കേട്ടോ. ഫൗഖ എന്ന് പറയുന്നിടത്ത്, ഫൗഖ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫൗഖ തഹ്തയുടെ വിപരീതമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫൗഖ നമ്മൾ ബൊമ്മയെ വെച്ചിട്ട് ഫൗക്കയും തഹ്തയും പഠിച്ച ഓർമ്മയുണ്ടോ? തജ്രീമിൻ തഹ്തിയൽ അൻഹാർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഫൗക്കയ്ക്ക് മിക്കവാറും ഫത്തഹായിരിക്കും ഉണ്ടാവുക. അതേസമയം ഫൗക്കയ്ക്ക് മുമ്പ് മിൻ വന്നു കഴിഞ്ഞാൽ മിൻ ഫൗക്കി എന്ന് കസ വരും. അതല്ലെങ്കിൽ ഫൗക്കയ്ക്ക് ഫത്തഹാൻ ഉണ്ടാകുന്നത് സ്ഥാനം പറയുന്നത് കൊണ്ടാണ് അതിന് ഫത്തഹ വരുന്നത്. സ്ഥാനം, ഫൗക്ക എന്താണ്? സ്ഥാനമാണ്. ഫൗക്കക്കും തൂറ. ഇപ്പൊ തൂറിന് ഫത്തഹ വരാൻ കാരണം റഫഅയുടെ കർമ്മമായതുകൊണ്ടാണ്. റഫഅന ഫൗക്കക്കും തൂറ, നാം തൂർ പർവ്വതത്തെ നിങ്ങൾക്ക് മീതെ ഉയർത്തി. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വദ്കുറൂ മാ ഫീഹി ലഅല്ലക്കും തത്തഖൂൻ. അപ്പൊ ഈ നമ്മൾ കർത്താവും കർമ്മവും പഠിച്ചത് നമ്മുടെ ഗോൾഡനിലുള്ളതല്ല. കർത്താവും കർമ്മവും എവിടെ ഉണ്ടായിരുന്നു? സിൽവറിലുള്ളതാണ്. അപ്പൊ ഇവിടെ വേറൊരു കർമ്മത്തെ നമ്മൾ പഠിക്കണം. അതെന്താണ്? ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ. ഖുദൂ എന്താ അർത്ഥം? നിങ്ങൾ എടുക്കൂ, സ്വീകരിക്കൂ. അതിന്റെ കർത്താവ് ആരാണ്? കർമ്മം ഏതാണ്? ഖുദൂവിന്റെ കർത്താവ് ഏതാണ്? കർമ്മം ഏതാണ്? സിൽവറിലൊക്കെ ഞാൻ ഇങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അന്നേരം ഒന്നും പറഞ്ഞില്ല. ഖുദൂവിന്റെ കർത്താവ് ആരാണ്? കർമ്മം ഏതാണ്? കർത്താവെങ്കിലും പറയും. ഖുദൂ വരുന്നത് എങ്ങനെ അൻതയാവുന്നത്? ഖുദൂ, അപ്പോൾ അൻതുമാണ് കർത്താവ്. അൻതുമാണ് കർത്താവ് കേട്ടോ. യു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. യു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. അതായത് അത് മീനിങ്ങിലേക്കാണ് പോകുന്നത്. നമ്മൾ കർത്താവ് കർമ്മം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൃത്യമായ വേർഡ് തന്നെ എഴുതിയിരിക്കണം. ഈ കർമ്മം ഖുദൂ നിങ്ങൾ എടുക്കുക. എന്തെടുക്കുക? ഇത് നെവറ പോലെ അല്ലേ കേട്ടോ. നെവറയ്ക്ക് കർമ്മം വേണ്ട. ഖുദൂവിന് എന്ത് വേണം? കർമ്മം വേണം. എവിടെ കർമ്മം? കർമ്മമാണ് മാ കേട്ടോ. എന്തെടുക്കണം? മായ എടുക്കണം. ആരൊരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞതും അദ്ദേഹം എഴുതിയതും ഒരുമിച്ചായിരുന്നു. ഞാൻ കേട്ടത് കൊണ്ട് ഞാൻ പറഞ്ഞത് കൊണ്ട് അല്ല, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പറഞ്ഞതായിരിക്കുകയില്ല. എന്തായാലും ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആൻസർ. അപ്പോ ഖുദൂ നിങ്ങൾ എടുക്കുക, മാ ഒന്നിനെ, ആതൈനാകും അതിനെ നാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. നാം നിങ്ങൾക്ക് നൽകിയതായ ഒന്നിനെ നിങ്ങൾ എടുക്കുക. എങ്ങനെ എടുക്കുക? അല്ലെങ്കിൽ പിടിക്കുക. എങ്ങനെ പിടിക്കുക? ബിഖുവ്വത്തിൻ. ഖുവ്വത്ത് ശക്തി. നിങ്ങൾക്ക് നാം നൽകിയതിനെ നിങ്ങൾ ശക്തമായി മുറുകെ പിടിക്കുക. വദ്കുറൂ മാ ഫീഹി, അതിലുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുക. അപ്പൊ വദ്കുറൂവിലെ കർമ്മം എവിടെ? മാ. നേരത്തെ പറഞ്ഞ ആളല്ലാത്ത ഒരാൾ പറയണ്ടേ?
നേരത്തെ പറഞ്ഞാൽ വീണ്ടും പറഞ്ഞിട്ടുണ്ട് മായാണെന്ന്. അപ്പൊ മായാണ്, നിങ്ങൾ എന്തൊന്നാണോ അതിലുള്ളത് അതിനെ നിങ്ങൾ എടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ മാ വാട്ട്, എന്തൊന്നാണോ അതിലുള്ളത്, മാ ഫിഹി, അതിലുള്ളത് എന്തൊന്നാണോ അതിനെ നിങ്ങൾ എടുക്കുക. അപ്പൊ മായാണ് കർമ്മം. അപ്പൊ മായുടെ കർമ്മത്തിന്റെ അടയാളം എവിടെ? കർമ്മത്തിന്റെ അടയാളമായ അന്ത്യത്തിലെ ഫത്തഹ്. ഫത്തഹ് എവിടെയാ അബൂബക്കറെ? അബൂബക്കറെ ഫത്തഹ് എവിടെയാണ്? ഇവിടെ മീമിന് ശേഷം ഒരു അലിഫുണ്ട്. അപ്പൊ ഫത്തഹ് എവിടെയുണ്ട്? നാമത്തിന്റെ അവസാനമല്ലേ ഫത്തഹ് വരേണ്ടത്? മീമിന്റെ മുകളിലുള്ള ഫത്തഹ് അല്ല ഫത്തഹ് കർമ്മത്തിന്റെ അടയാളം. കർമ്മം നമ്മൾ കർമ്മം മായാണെന്ന് പറഞ്ഞു. മായയുടെ അടയാളത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ. കർമ്മം മായാണെന്ന് പറഞ്ഞു. ആ മായിലുള്ള കർമ്മത്തിന്റെ അടയാളത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മായയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, മായും മന്നും അന്ത്യം മാറാത്തത് വരെ കൂട്ടത്തിൽ നിങ്ങൾ എഴുതി വെച്ചോ. അപ്പൊ മായും മന്നും അന്ത്യം മാറാത്തതാണ്. അപ്പൊ അത് കർമ്മത്തിന്റെ സ്ഥാനത്ത് വന്നാലോ കർത്താവിന്റെ സ്ഥാനത്തിൽ വന്നാലോ അതിന്റെ കർത്താവിന്റെ കർമ്മത്തിന്റെ അടയാളമൊന്നും ഉണ്ടാവില്ല. കസ്ർ ചെയ്യപ്പെട്ടതായി വന്നാലോ ബിമാ കസ്ർ ചെയ്യപ്പെട്ടു. ബി വന്നാൽ കസ്ർ ചെയ്യപ്പെടണമല്ലോ. കസ്ർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അടയാളം വെളിവാകുന്നില്ല. ബിമാ, ഫീമാ, അമ്മ, എല്ലാത്തിലും എന്താണ്? അൻ വന്നു, ബി വന്നു, ഫീ വന്നു, എല്ലാത്തിലും മാ തന്നെയാണ്. അപ്പൊ മാ എന്നത് മായും മന്നും അന്ത്യം മാറാത്തവയുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പൊ അതെന്ത് അന്ത്യം മാറൂല, പക്ഷേ അതിന്റെ കർമ്മത്തിന്റെ അടയാളം അതിലുണ്ട്, പക്ഷേ വെളിവാകാത്തതാണ് എന്ന് വേണം പറയാൻ കേട്ടോ. കർമ്മത്തിന്റെ അടയാളമായി അത് ഫത്തഹ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫത്തഹ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ അല്ല, അത് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം. കാരണം ഏതെങ്കിലും സന്ദർഭത്തിൽ ഈ മായുടെ സ്ഥാനത്ത് മായ അവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം മായോട് അനുബന്ധമായി അല്ലെങ്കിൽ അതിനോട് അറ്റാച്ച് ചെയ്ത് വേറെ എന്തെങ്കിലും വന്നാൽ ഈ മായുടെ അടയാളം അതിന് വരും. അന്നേരത്ത് മായുടെ അടയാളം വെളിവാവുകയില്ല. പക്ഷേ അതിന് പകരം ആ സ്ഥാനത്ത് വരുന്ന അറ്റാച്ച് ചെയ്തതിന് അടയാളം വെളിവായാൽ, ഇപ്പൊ മായുടെ അർത്ഥം മായ്ക്ക് എന്ത് അടയാളമാണോ സാങ്കല്പികമായി കൊടുത്തത് ആ അടയാളമാണ് രണ്ടാമത്തേന് വെളിവാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പറയണം വദ്കുറൂ മാ എന്ന് പറഞ്ഞിടത്ത് എന്താണ്? ആ മാ ഫത്തഹ് ചെയ്യപ്പെട്ടതാണ്, പക്ഷേ അടയാളം വെളിവായിട്ടില്ല. ഈ കാണുന്ന ഫത്തഹ് അല്ല, അന്ത്യത്തിലുള്ള അലിഫിന്റെ മുകളിലാണ് ഫത്തഹ് വരേണ്ടത്. പക്ഷെ അലിഫില് ഫത്തഹ് വരില്ലല്ലോ. അതുകൊണ്ടും അല്ലാതെയും ഈ മാ, മൻ പോലുള്ളവ അന്ത്യം മാറാത്തവയാണ്. മാ ഫീഹി ലഅല്ലക്കും തത്തഖൂൻ. നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നു. അത് അഫല യൻദുറൂന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾ കണ്ണ് പൊട്ടന്മാരാണോ അല്ലെങ്കിൽ കുരുടന്മാരാണോ, എന്തുകൊണ്ട് നോക്കുന്നില്ല എന്നാണ് ചോദിച്ചതിന്റെ സിവിയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ആകുന്നതിന് വേണ്ടി എന്നർത്ഥം കേട്ടോ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി. അപ്പോൾ അത് പിന്നെ ഭാഷാപരമായ അർത്ഥമാണ്, നമ്മൾ വ്യാകരണമാണ് പറഞ്ഞു വന്നത്. സുമ്മ തവല്ലൈതും മിൻ ബഅദി, ബഅദിന് കസ്റ വരാൻ കാരണം മിൻ വന്നുകൊണ്ട് കേട്ടോ. ബഅദ് എന്നുള്ളത് ബഅദു എന്നും വരും, ബഅദി എന്നും വരും, ബഅദ എന്നും വരും കേട്ടോ. ഇനി മിൻ ബഅദി എന്നുള്ളത് ചില സമയത്ത് മിൻ ബഅദു എന്നും കാണാൻ പറ്റും. മിൻ ബഅദു എന്ന് നമുക്ക് കാണാം. ആദ്യത്തെ മായുടെ അലിഫിന് മുകളിൽ ഫത്തഹ് ഇല്ല കേട്ടോ, ശ്രദ്ധിക്കണം.
ആദ്യത്തെ മായുടെ മുകളിൽ ഫത്തഹ് ഉണ്ടെന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഏതാണ് ആദ്യത്തെ മാ? وإذا أخذنا ميثاقهم ورفعنا فوقكم خذوا ما آتيناكم എന്നുള്ളതിന്റെ മുകളിലെ മീമിന്റെ അലിഫിന്റെ മുകളിലുള്ള അടയാളം ഫത്തഹല്ല. ഫത്തഹ് വന്നിരിക്കുന്നത് എന്താണ്? ഇന്ന ഇതിന്റെ മുകളിലെ ഫത്തഹില്ലേ, അതിന്റെ ഷേപ്പ് നോക്കുക, അതിന്റെ രൂപവും ഭാവവും ഹാവും അതിന്റെ ഹാവഭാവാദികൾ നോക്കുക. എത്ര ചരിഞ്ഞാണ് ഇരിക്കുന്നത്, അത് അത്ര ചരിഞ്ഞ് അതേ ലെവലിൽ ഉള്ള സാധനമാണ് ഫത്തഹ് എന്ന് പറയുന്നത്. അതല്ലാത്തതിനൊന്നും ഫത്തഹ് എന്ന് പറയില്ല. അപ്പൊ ഇവിടെ മായുടെ മുകളിലുള്ളത് ഒരു തരംഗത്തിന്റെ അടയാളമാണ്. ഹുദൂ മാ ആതീനാക്കും എന്നുള്ള മായുടെ മുകളിലുള്ള തരംഗത്തിന്റെ അടയാളമാണ്. ഈ അടയാളം മായ്ക്ക് ശേഷം ഹംസ് വന്നാൽ ദീർഘമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ, തജ്വീദിന്റെ. അത് ഭാഷയിലെ ഫത്തഹല്ല. മദ് എന്ന ആൾക്കാർ പറയുന്നതാണ് അതിന്, പക്ഷെ അതല്ല മദ് കേട്ടോ, അതല്ല മദ്. അത് മദ്ദാണ് എന്ന് വിചാരിച്ചാൽ ഒരു വലിയൊരു അബദ്ധം പറ്റും. സൂറത്ത് ദുഹ എടുത്ത് നിങ്ങളൊന്ന് പാരായണം ചെയ്തു നോക്കുക. വന്നുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക വമാ ഖല വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല വലസൗഫ യുഅതീക റബ്ബുക ഫതർദ. ഫതർദ എന്ന സ്ഥലത്ത് ദാദിന്റെ മുകളിൽ ഫതർദ ലാ കഴിഞ്ഞിട്ട് ഒരു യാ ഉണ്ടാവും. റളിയ യർള, ഇർളയുടെ അലിഫിന് പകരമുള്ള യാ. ആ യാന്റെ മുകളിൽ എന്തുണ്ട്? ഇപ്പൊ മുസഹഫ് കയ്യിലുണ്ടെങ്കിൽ എടുത്തു നോക്കുക. വന്നുഹ, അവിടെ എന്തുണ്ട്? ഇതേ അടയാളം ഇട്ടിട്ടുണ്ട്. അവിടെ മദ്ദുണ്ടോ യഥാർത്ഥത്തില്? അവിടെ 4-5 ഹർക്കത്ത് മദ്ദില്ല. ഇങ്ങനെ ഇത് മദ്ദാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവർക്ക്, അവിടെ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവര് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് മനപ്പാടമാക്കിയ ഹാഫിദുകളുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പാരായണം ചെയ്തവര്. എന്ന് 4 അല്ലെങ്കിൽ 5 ഹർക്കത്ത് ദീർഘിപ്പിച്ച് പാരായണം ചെയ്യും. പക്ഷെ അവിടെ അലം യജിദ്ക, അലം ചേർത്ത് വായിക്കുമ്പോഴുള്ള തജ്വീദ് നിയമമാണത് എന്ന് പറഞ്ഞതുപോലെ ഹുദൂ മാ എന്നതിന്റെ മുകളിലുള്ളത് മദ് എന്ന് പറയാൻ പാടില്ല. അതല്ല മദ്. ഇവിടെ ആത്തൈനാക്കും ചേർത്ത് പാരായണം ചെയ്യുമ്പോൾ അവിടെ ദീർഘമുണ്ട്, അധിക ദീർഘമുണ്ട് എന്ന് സൂചിപ്പിക്കാനുള്ള അടയാളമാണ് ആ അടയാളം. അത് ഫത്തഹാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക. അപ്പൊ ഈ ബഅദിന് മിൻ വന്നത് കൊണ്ട്, മുമ്പ് മിൻ വന്നുകൊണ്ട് എന്തായി? ബഅദി എന്നായി. അതേസമയം ചില സ്ഥലങ്ങളിലെങ്കിലും ബഅദു എന്ന് കാണാൻ പറ്റും. ഖുർആന്റെ ഒറിജിനൽ അറബി ടെക്സ്റ്റ് ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മിൻ ബഅദു എന്ന് ചില സ്ഥലങ്ങളിൽ കാണാം. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, മിന്നിന് ശേഷം വരുന്ന ബഅദിന് കസ്ർ വരണം. പക്ഷേ മിന്നിന് ശേഷം വരുന്ന ബഅദിന് കസ്ർ വരണമെങ്കിൽ അതിന് ശേഷം ഒരു പദത്തിന്റെ കൂടെ അത് എന്ത് ചെയ്തിരിക്കണം? ഇളാഫത്ത് ചെയ്തിരിക്കണം. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മിൻ ബഅദി ശേഷം, എന്തിന്റെ ശേഷം? ദാലിക, അതിന്റെ ശേഷം. അപ്പൊ ഏതെങ്കിലും ഒന്നിന്റെ ശേഷം എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ബഅദിന് കസ്ർ വരൂ. അല്ല, ഏതെങ്കിലും ഒന്നിന്റെ ശേഷം എന്ന് പറഞ്ഞില്ല, ശേഷം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശേഷം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ മിൻ കാരണമായി ബഅദിന് കസ്ർ വരില്ല. ഓക്കെ. സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക ഫലൗല ഫദ്ലുല്ലാഹി, ഫദ്ലിനെ അള്ളാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്തു. ലൗല, ഇല്ലായിരുന്നെങ്കിൽ. ലൗ എങ്കിൽ ല, ഇല്ല. ലൗല, ഇല്ലായിരുന്നെങ്കിൽ. അപ്പൊ ഈ ലൗല നിങ്ങൾ പ്രത്യേകം എഴുതി വെക്കണം. ലൗല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൗ വേറെയും ല വേറെയുമാണ് പഠിച്ചിരിക്കുന്നത്. ലൗല, ഇല്ലായിരുന്നെങ്കിൽ. ഫദ്ല് ശ്രേഷ്ഠത അല്ലെങ്കിൽ ഔദാര്യം. ശ്രേഷ്ഠത അല്ല, ഇവിടെ ഔദാര്യമാണ്. ഫദ്ലുല്ലാഹി, അപ്പൊ ഫദ്ലിനെ അള്ളാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്തു. അലൈക്കും വ റഹ്മത്തുഹു,
ലകുന്തും മിനൽ ഖാസിരീൻ. മിനൽ ഖാസിരീൻ, മിൻ വന്നുകൊണ്ട് എന്ത് വന്നു? ഖാസിറൂൻ എന്നതിനെ ഈനയാക്കി കെസർ കൊടുത്തു. ഖാസിരീൻ, കെസറിന്റെ അടയാളം എന്താണ് അവിടെ? ഈനയാണ്. മിൻ വന്ന കാലമേ കെസർ ചെയ്യപ്പെട്ടപ്പോൾ ഖാസിറൂൻ എന്നത് ഖാസിരീനായി. തുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും റഹ്മത്തുഹു ലകുന്തും മിനൽ ഖാസിരീൻ. അപ്പൊ ഇവിടെ കുന്തും എന്നുള്ള വാക്ക് വന്നല്ലോ. കുന്തും എന്ന വാക്ക് നമ്മൾ കാന പഠിച്ചു. കാന കാരണമായി എന്ത് നിയമം വരുമോ അത് ആ നിയമങ്ങളെല്ലാം കാനയുടെ വകഭേദങ്ങൾക്കും ഉണ്ടാകും, വകഭേദങ്ങൾ കാരണമായും ഉണ്ടാകും. പക്ഷെ ഇവിടെ അങ്ങനെ എടുത്തു പറയത്തക്ക വ്യാകരണ നിയമം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ സ്കിപ്പ് ചെയ്യാണ്. ലകുന്തും മിനൽ ഖാസിരീൻ. കാരണം എന്താണ്? ഇവിടെ മിൻ ഞാൻ പറഞ്ഞു പലപ്പോഴും, അതായത് കസ്ർ ചെയ്യപ്പെടുന്ന പദം വന്ന ഒരു ഫ്രൈസ് ഉണ്ടാവും. കസ്ർ ചെയ്യപ്പെടുന്നല്ല, കസ്ർ ചെയ്യുന്ന, കസ്ർ വരുത്തുന്ന പദം വന്ന ഒരു ഫ്രൈസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ഗ്രാമർ കെട്ടിക്കുടുക്കുകളും ഒഴിവാകും. അതേപോലെ ഒരു സന്ദർഭമാണ് ഇവിടെ ലകുന്തും മിനൽ ഖാസിരീൻ എന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാനയുടെ നിയമം പറയേണ്ടി വരുന്നില്ല. വലഖദ് അലിംതും അല്ലദീന അഅ്തദൂ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. ഇപ്പൊ ലഖദ് അലിംതുമിലെ മീമിനെ ദമ്മ് വരാൻ കാരണം എന്താ? നമ്മൾ പറഞ്ഞു അന്ത്യം മാറൂലെന്ന്, പൂർണ്ണക്രിയയുടെ അന്ത്യം മാറൂലെന്ന് പറഞ്ഞു. ഇവിടെ അലിംതും എന്ന മീമിന് സുക്കൂന് പകരം എന്തായി? ദമ്മ് വന്നു. നോ ആൻസർ. എന്തെങ്കിലും പറയും. അലിം അത് തജ്വീദുപരമായ ഒരു നിയമമാണ് കേട്ടോ. അലിംതും എന്നതിന് മീമിന് സുക്കൂൻ തന്നെയാണ് ഇപ്പോഴും അപ്പോഴും എപ്പോഴും ഉള്ളത്, മാറുന്നില്ല. പക്ഷെ അതിൻ്റെ കൂടെ അല്ലദീന എന്ന പദത്തിന്റെ തുടക്കത്തിലുള്ള ഹംസത്തുൽ വസിൽ എന്നാണ് അതിന് പറയുന്നത്. ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചാരണമില്ലാത്ത ഹംസ്, അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അലിംതും എന്നതിന്റെ മീമിനെ ലമ്മാക്കി അലിംതുമു ലദീന എന്ന് പറയണം. അപ്പൊ അല്ലദീനയുടെ അലിഫ് പോയി അലിംതുമിന്റെ മീമിന് ലം കൊടുത്തു കേട്ടോ. ശ്രദ്ധിക്കണം. അലിംതുമുൽ ലദീന ഇഅ്തദൗ, ഇഅ്തദൗവിന്റെ പൂർണ്ണക്രിയ ഇഅ്തദൗവിന്റെ പൂർണ്ണക്രിയ ഏത്? നമ്മൾ പഠിച്ച ഏത് ക്രിയയുടെ സാമ്യമുള്ളതാണത്? ഇഹ്തദ. നമ്മൾ പഠിച്ച ഇഹ്തദയുമായി സാമ്യമുള്ളതാണ്. അതിന്റെ പൂർണ്ണക്രിയ എന്തായിരിക്കും? ഇഹ്തദ. പരിധി വിട്ടു, പരിധി കവിഞ്ഞു. ലഖദ് അലിംതുമുൽ ലദീന ഇഅ്തദൗ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. സബത്ത് എന്താണ്? സബത്ത്, സബത്ത് സാറ്റർഡേ. സാറ്റർഡേ ഇവിടെ സാബത്ത് നാൾ എന്നാണ് ഖുർആൻ പരിഭാഷയിൽ എഴുതിയിട്ടുള്ളത്, സാബത്ത് നാൾ. അപ്പൊ ജൂതന്മാർക്ക് എന്ത് ചെയ്തു? സാബത്ത് നാൾ നിശ്ചയിച്ചു. നമുക്ക് വെള്ളിയാഴ്ച ആരാധനാ ദിവസമായതുപോലെ ആഴ്ചയിൽ ആരാധന ദിവസമായിരുന്നു അവർക്ക് സാറ്റർഡേ, സാബത്ത് നാൾ, സാബത്ത്. പക്ഷെ നമുക്ക് ആരാധന ദിവസം എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യാം? ഇൻവോൾവ് ആകാം. ആ ജുമാ നമസ്കാരത്തിലെ സമയം ഒഴികെ നമ്മളോട് പറയപ്പെട്ടത് നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ധൃതിയിൽ നമസ്കരിക്കാൻ വേണ്ടി പോവുക എന്നാണ് നമ്മളോട് കൽപ്പിച്ചത്. അതേസമയം അവരോട് പറഞ്ഞിരുന്നത് എന്താണ്? ആ ദിവസം ആരാധനയൊന്നും ചെയ്യാൻ പാടില്ല, ആരാധന അല്ലാത്ത ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ഐഹിക കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതേസമയം അവരെന്ത് ചെയ്തു? അവർ നോക്കുമ്പോഴത്തേക്ക് അവർ മത്സ്യബന്ധനക്കാരായിരുന്നു. ഒരുപാട് മത്സ്യങ്ങൾ സാറ്റർഡേ ആകുമ്പോൾ, ശനിയാഴ്ച ആകുമ്പോൾ ഒരുപാട് മത്സ്യങ്ങൾ. ഇപ്പൊ ശനിയാഴ്ച വരുന്ന മത്സ്യങ്ങളെ പിടിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? വെള്ളിയാഴ്ച രാത്രി തന്നെ വല വയ്ക്കാൻ തുടങ്ങി. അപ്പൊ അതൊരു പരീക്ഷണമായിരുന്നു യഥാർത്ഥത്തിൽ. അവർക്ക് ശനിയാഴ്ച മത്സ്യം വന്നത് ഒരു പരീക്ഷണമായിരുന്നു.
ആ പരീക്ഷണത്തെ അവർ മറികടക്കാൻ വേണ്ടി വെള്ളിയാഴ്ച തന്നെ വൈകുന്നേരം വല വെച്ചു. ശനിയാഴ്ച വരുന്ന മീനിനെ പിടിച്ചത് ശരിയായില്ല എന്ന് ആയിരുന്നു വിലയിരുത്തൽ. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? വിളക്കത് അലിംതുമില്ലദീന മീൻകും ഫിസബത്ത്, അവരെ സബത്ത് നാളിൽ പരിധി ലംഘിച്ചവരുടെ കാര്യം നിങ്ങൾക്ക് അറിയുമല്ലോ. വിളക്കത് അലിംതുമില്ലദീന മീൻകും ഫിസബത്ത് ഫഖുൽനാ ലഹും കൂനു, അവരോട് പറഞ്ഞു, ഖുൽനാ ലഹും കൂനു ഖിറദതൻ ഖാസിഈൻ, കൂനു ഖിറദതൻ ഖാസിഈൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൂനു, നിങ്ങളാകൂ, ഖിറദതൻ കുരങ്ങന്മാർ, ഖാസിഈൻ നിന്ദന്മാരായ. അപ്പോൾ ഇതുപോലുള്ള ചില അപരിചിത പദങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ വൊക്കാബുലറി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഖുർആൻ പഠനം കംപ്ലീറ്റ് ആക്കാം. വൊക്കാബുലറി ഉണ്ട്. ഇതിന്റെ ഗ്രാമർ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിലുള്ള ഗ്രാമർ ഖിറദത്തൻ ഖാസിഈൻ എന്നതിനെ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. കൂനു ഖിറദത്തൻ ഖാസിഈൻ, എന്തുകൊണ്ട് ഖിറദത്തിന് ഫത്തഹ് വന്നു, ഖാസിഈൻ എങ്ങനെയാണ് ഈനയായത്? ആർക്കും അറിയാം? നമ്മൾ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയേണ്ടി വരും കേട്ടോ, വിശദീകരണം. അതുപോലുള്ള വിശദീകരണങ്ങളൊക്കെ പറയേണ്ടി വരും. കാരണം ഇതൊക്കെ കമന്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഫീ വന്നതുകൊണ്ട് എന്ത് പറ്റി? ഫീ എവിടെ കിടക്കുന്നു? വരക്കത് അലിംതുമില്ലദീന ഫിസബത്തി, ഫീ സബത്തിന്റെ മുമ്പാണ് കിടക്കുന്നത്. ഫീ വന്നുകൊണ്ട് സബത്തിന് കസ്ർ വന്നു. ഖുൽനാ ലഹും കൂനു ഖിറദതൻ ഖാസിഈൻ. ഈ വിഷയം നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞിരുന്നു. കാന കർമ്മം എന്തിന്റെ കർമ്മമാണ്? കർമ്മം എന്തിന്റെ കർമ്മം? സോറി, എന്തിന്റെ കർമ്മം? കർമ്മം എന്തിന്റെ എന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞു. കർമ്മം എന്ന് പറയുമ്പോൾ ഒരു ക്രിയ പറയണം. ആ ക്രിയയുടെ കർമ്മമാകണം. ആ ക്രിയയുടെ കർമ്മമാണ്. ഇവിടെ എന്തിന്റെ കർമ്മമാണ്? കാനയുടെ കർമ്മമാണോ? അല്ല, കാന കർമ്മമായിട്ടല്ല വരുന്നത്. കാന എന്തായിട്ടാണ് വരുന്നത്? കൂനു എന്നതോ കാന എന്നതിന്റെ കർമ്മമായിട്ടല്ല ഖിറദത്തൻ വരുന്നത്. കർമ്മം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ദറബ സെയ്ദുൻ അമ്രൻ, സെയ്ദ് അമ്രനെ അടിച്ചു. അപ്പൊ അടിച്ചയാള് കർത്താവും അടിക്കൊണ്ടയാള് കർമ്മവും. ഇവിടെ എന്താണ്? നിങ്ങളാകൂ. ഇവിടെ അർത്ഥത്തിലേക്കല്ല പോകേണ്ടത്, മറിച്ച് എവിടെ പോകണം? കാനയുടെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കണം. കാനയുടെ ആക്ടിവിറ്റി എന്താണ്? മാഹിയ അമലു കാന, അമൽ അറിയാമല്ലോ. മാഹിയ അമലു കാന, കാനയുടെ അമൽ എന്താണ്? ഫിൽ ജുംല, ജുംലയിൽ കാനയുടെ അമൽ എന്താണ്? കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിന് ലമ്മ സ്ഥിരപ്പെടുത്തുകയും അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നതിനെ ഫത്ത കൊടുക്കുകയും വേണം. കാന അല്ലാഹു സമീഅൻ അലീമ. ഖിറദത്ത് എന്തിന്റെ നാമവിശേഷണമെന്ന് ചോദിച്ചത് മനസ്സിലായില്ല. ഖിറദത്ത് ഫീമെയിൽ ആണ് എന്ന് പറഞ്ഞത് എന്താണെന്നുള്ള ഒന്നുകൂടെ കൃത്യമായിട്ട് പറയും റഹീം സാർ. നാമവിശേഷണമല്ല കേട്ടോ, നാമവിശേഷണമല്ല. കൂനു എന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, കാന വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാനയുടെ വകഭേദങ്ങൾ വരുമ്പോഴും ഉണ്ടാകും ക്രിയയിൽ, അല്ല വാക്യത്തിൽ.
നാമവിശേഷണം എന്ന് പറഞ്ഞത് ഖിറദത്തിന്റെ നാമവിശേഷണമാണ് ഖാസിഈൻ. അത് കറക്റ്റാണ്. ഖാസിഈൻ എന്നത് നാമവിശേഷണമാണ്, അത് കറക്റ്റാണ്. ഖിറദത്തിന്റെ വിശേഷണമാണ് ഖാസിഈൻ. അതേസമയം ഖിറദത്തിന് ഫതഹ എങ്ങനെ വന്നു? അപ്പോൾ കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ച് പറഞ്ഞു അതിന് ലമ്മ സ്ഥിരപ്പെടുത്തുകയും കാന അതിനെക്കുറിച്ച് എന്തിനെ കുറിച്ചാണോ പറഞ്ഞത് അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നതിന് എന്ത് ചെയ്യണം? ഫതഹ കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോ കൂനു എന്ന് പറയുമ്പോൾ കൂനുവിലുള്ള അൻതുമിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. കൂനുവിലുള്ള അൻതുമിനെ കുറിച്ചാണ് പറഞ്ഞത്. കൂനു അൻതും, നിങ്ങൾ ആകൂ. അവര് എന്താകണമെന്നാണ് പറഞ്ഞത്? ഖിറദത്താകണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കൂനുവിലുള്ള അൻതുമിന് എന്ത് ചെയ്യണം? ലമ്മ് സ്ഥിരപ്പെടുത്തണം. അത് ലമ്മ് സാങ്കല്പികമായി നമ്മൾ സ്ഥിരപ്പെടുത്തുന്നു. അതിന് അടയാളം വെളിവാവുകയില്ല. ഒന്നാമത്തെ കാരണം അൻതും സർവനാമമായതുകൊണ്ട്. രണ്ടാമത്തെ കാരണം ആ സർവനാമം തന്നെ ഒളിഞ്ഞിരിക്കുകയാണ്. ഒളിഞ്ഞിരിക്കുന്ന സർവനാമത്തിൽ അടയാളം വെളിവാകുന്ന പ്രശ്നമേ ഇല്ല. അതുപയോഗിച്ച് അതിനെക്കുറിച്ച് എന്താണെന്നാണ് പറഞ്ഞത്? ഖിറദത്തൻ ആകാനാണ് പറഞ്ഞത്. കുരങ്ങന്മാർ, ഖിർദുൻ കുരങ്ങൻ, ഖിറദത്തൻ കുരങ്ങന്മാർ, ഖിർദുൻ കുരങ്ങൻ. അപ്പോ ഖിറദത്ത് ആകാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഖിറദത്തിന് ഫതഹ് വന്നത്. അങ്ങനെ ഫതഹ് ഉള്ള ഖിറദത്തിന്റെ വിശേഷണം അതെന്താണ്? ബഹുവചനമാണ്. അതുകൊണ്ട് ആ വിശേഷണമായത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഖാസിഈൻ എന്ന് വന്നത്. ഖാസിഈൻ എന്ന് വന്നത്. പിന്നെ ഖിറദത്തിൻ എന്നത് ഖിർദുൻ അടിസ്ഥാനപരമായി അതെന്താണ്? അത് പുല്ലിംഗമാണ്. അതിന്റെ ബഹുവചനം വന്നപ്പോൾ ഖിറദത്തുൻ എന്ന സ്ത്രീലിംഗത്തിന്റെ താ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ ഖിറദത്തിന്റെ വിശേഷണം ഖാസിഈൻ എന്ന് വന്നത്. ഖാസിആത്ത് എന്നല്ല പറഞ്ഞത്. കുനു ഖിറദത്തൻ ഖാസിഈൻ. ഇതേപോലുള്ള സിമ്പിൾ ലാംഗ്വേജ് ആണ് വരുന്നത്. കെട്ടിക്കൊടുക്കുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് നമ്മൾ വായിക്കുമ്പോൾ അര പേജ് വായിച്ചിട്ട് കെട്ടിക്കൊടുക്കുകയൊന്നുമില്ല. ഇതേപോലെ നിങ്ങൾ കെട്ടിക്കൊടുക്കില്ലാത്ത വ്യാകരണമാണ് ഖുർആനിൽ വരിക എന്ന് മനസ്സിലാക്കണം. ഗ്രാമർ PDF-ന്റെ നോട്ട് ഉണ്ടോ എന്നാണ് ചോദ്യം. റിയാസ്, നമ്മൾ ഗ്രാമർ എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പോൾ ആ നോട്ട് അപ്ഡേറ്റ് ചെയ്തോന്നും എനിക്ക് ഓർമ്മയില്ല. അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് മുമ്പ് തന്ന ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ട്. ആ പ്രിൻ്റ് ഔട്ട് ആയിരിക്കും ഉള്ളത്. കാനയുടെയും ഇന്നയുടെയും ഒന്നും നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാനയും ഇന്നയും ഒക്കെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? അഡീഷണൽ ലിങ്ക് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നയുടെയും കാനയുടെയും മാത്രം ലിങ്ക് അയച്ചു തരാം. അത് വീഡിയോ യൂട്യൂബിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, യൂട്യൂബിന് വേണ്ടി പ്രത്യേകം റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിൽ പ്രസൻറ്റേഷനും ആ പ്രസൻറ്റേഷൻ്റെ ഉദാഹരണങ്ങളുടെ വിശദീകരണം അതിൽ തന്നെ ഉള്ളത് കൊണ്ട് അതിനെ പ്രത്യേകിച്ച് നോട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈയിടെയായിട്ട് അതിനെക്കുറിച്ച് നോട്ട്സ് ആരും ചോദിച്ചിട്ടുമില്ല. കാരണം എന്താണ്? നമ്മൾ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ പ്രസൻറ്റേഷൻ്റെ ഓരോ ഉദാഹരണങ്ങളും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ അധ്യാപനം കാണിക്കുന്നില്ലെങ്കിലും പ്രസൻറ്റേഷൻ കാണിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. മറ്റ് ഇന്നയുടെയും കാനയുടെയും ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതിന് മുമ്പുള്ള അപ്ഡേഷൻ വരെയുള്ളത് ഞാൻ PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? കെട്ടിക്കൊടുക്കില്ല, ഖുർആനിൽ കെട്ടിക്കൊടുക്കില്ല എന്ന് നമ്മൾ എല്ലാ ആഴ്ചയും വായിക്കുന്നുണ്ട് കേട്ടോ. കെട്ടിക്കൊടുക്കില്ല. അപ്പൊ കെട്ടിക്കൊടുക്കില്ലാത്ത ഗ്രാമർ ഉള്ളതാണ് ഖുർആൻ. വലം യജ്അൽ ലഹു ഇവജ, നാം അതിൽ യാതൊരു വക്രതയും വരുത്തി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൽ അവൻ വരുത്തിയിട്ടില്ല. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. സ്ട്രൈറ്റ് അവേ ഖുർആന്റെ വിശേഷണത്തെ കുറിച്ച് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞെന്താണ്? അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ്.
തൻ്റെ ദാസന്റെ മേൽ കിതാബ് അൽ കിതാബ് അവതരിപ്പിച്ച അള്ളാഹുവിന് സ്തുതി. അള്ളാഹുവിന് സ്തുതി പറഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞത്? വലം യജ്അൽ ലഹു ഇവജ, അതിൽ യാതൊരു കോംപ്ലിക്കേഷനും കെട്ടിക്കൊടുക്കും വരുത്തി വെച്ചിട്ടില്ല. ഖയ്യിമൻ, സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് കേട്ടോ. അതേപോലെ തന്നെ മിൻഹു ആയാത്തും മുഹ്കമാത്തുൻ. ഇനി എവിടെയെങ്കിലും നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ തോന്നിയാൽ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അതെന്താണ്? അത് ഉമ്മുൽ കിതാബ് അല്ല എന്ന് മനസ്സിലാക്കണം. അതായത് മിൻഹു ആയാത്തും മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ്, ആ വേദഗ്രന്ഥത്തിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൂക്തങ്ങളുണ്ട്, അതാണ് ഉമ്മുൽ കിതാബ്. ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബിന്റെ കാതൽ. ഉഖറു മുത്തശാബിഹാത്ത്, കോംപ്ലിക്കേഷനുള്ള ആയത്തുകൾ ഉണ്ട്, ഇല്ലെന്നല്ല. അതില്ലെങ്കിൽ എന്താവും? ഒരു ഗ്രന്ഥമാവുകയില്ല. ഖുർആൻ പോലുള്ളൊരു ഗ്രന്ഥം അതൊരു മഹത് ഗ്രന്ഥമാവുകയില്ല. കാരണം എന്താണ്? ഖുർആൻ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം. കാരണം ഖുർആന്റെ വാഹകരായി, ഖുർആനിൽ വിശ്വസിക്കുന്നവരായി ഖുർആൻ അഡ്രസ് ചെയ്യുന്നത് ആരെയാണ്? എല്ലാ ജനങ്ങളെയും, എല്ലാ തരത്തിലുള്ള ജനങ്ങളെയും, ഏത് തരത്തിലുള്ള ബ്രെയിൻ ഉള്ളവരെയും, ഏത് തരത്തിലുള്ള ചിന്താശേഷിയുള്ളവരെയും, ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്നവരെയും, ഏത് പ്രായക്കാരെയും എല്ലാവരെയും അഡ്രസ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ അഡ്രസ് ചെയ്യുന്ന ആൾക്കാർ, ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുന്നതായിരിക്കണം ഖുർആൻ. അവർക്ക് ഖുർആനിൽ നിന്നുകൊണ്ട് തന്നെ ആഴത്തിൽ ചിന്തിക്കാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് ആഴത്തിൽ ചിന്തിക്കാവുന്ന ചില സംഗതികളുണ്ട്. ഉഖറു മുത്തശാബിഹാത്ത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും വിശ്വസിച്ചിരിക്കേണ്ട, അനുധാവനം ചെയ്യേണ്ട, ഫോളോ ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട്. അതെന്താണ്? ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ചിന്തകന്മാർ ചിന്തിക്കേണ്ട വിഷയം വേറെയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അവരായി കൈഫ ഖുലഖത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശദീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതിന് വിശദമായി വിശദീകരണം വായിച്ചിട്ടുള്ളവർ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാകാം. അതേപോലെ വൈലൽ അർളി കൈഫ സുതിഹത്, ഭൂമി എങ്ങനെ പരത്തപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമി എങ്ങനെ പരത്തപ്പെട്ടത് ഒരു മഹാ അത്ഭുതം തന്നെയാണ് എന്ന് ചിന്തിച്ച് സാധാരണക്കാരൻ വായിച്ചു പോകും. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നയാൾ അതിൻ്റെ വ്യത്യസ്ത വശങ്ങളെ കുറിച്ച് ചിന്തിക്കും. വൈല സമായി കൈഫ റുഫിഅത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആകാശത്തിൽ സംഭവം തന്നെയാണ് എന്ന് സാധാരണക്കാരൻ ചിന്തിച്ചു പോകും. അതേസമയം അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവൻ കൂടുതൽ ചിന്തിക്കും. അതുകൊണ്ടാണ് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ആയാത്തിൻ ഉലുൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക്, ബുദ്ധിയുള്ളവർക്ക് അതിൽ ഒരുപാട് പാഠങ്ങളുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ മുത്തശാബിഹാത്തായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നത് ഇത് എനിക്ക് ഉള്ളതല്ല എന്ന് തൽക്കാലം മനസ്സിലാക്കുക. ഞാനത് മനസ്സിലാക്കാൻ നേരത്ത് മാത്രം എന്നെ അത് ബാധിക്കുള്ളൂ. എനി മോർ ഡൗട്ട്സ്? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കോണ്ടെക്സ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യുക? ഗ്രാമർ വിശദീകരിക്കുക. ഇൻഷാ അല്ലാഹ് 10 പേജുകൾ, 1 മുതൽ 10 വരെയുള്ള പേജുകൾ നമ്മൾ പരീക്ഷയ്ക്ക് ആ ഭാഗം ഉദാഹരണമായിട്ട് നമ്മൾ എടുത്ത് ചർച്ച ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കിയ കാര്യം, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ പറഞ്ഞ ആയത്ത് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്സാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇത് പൂർണ്ണമായും നമ്മൾ അർത്ഥം പഠിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വല്ലദീന ഹാദു എന്ന് പറഞ്ഞാൽ ജൂതന്മാർ, വന്നസാറ ക്രിസ്ത്യാനികൾ, വസ്സാബിഈന സാബിഉകൾ, അങ്ങനെ ഒരു മതവിശ്വാസികൾ. അത്രയും മനസ്സിലാക്കിയാൽ മതി നമ്മൾ. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇത് വളരെ തന്ത്രപൂർവമായ ഒരു പ്രബോധനമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഒരു വല്ലാത്തൊരു പ്രബോധനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ പ്രബോധനത്തിന്റെ ഒരു 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 രീതിശാസ്ത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അമില സ്വാലിഹൻ, അങ്ങനെ സൽക്കർമ്മം വിശ്വസിക്കുകയും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും, ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും, വ അമില സ്വാലിഹൻ, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ
ഫലഹും അപ്പോൾ അവർക്കുണ്ട് അജ്റുഹും അവരുടെ പ്രതിഫലം ഇൻദ റബ്ബിഹിം. എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ജസാഉഹും ഇൻദ റബ്ബിഹിം ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വലാ ഖൗഫുൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വലാ ഹും യഹ്സനൂൻ അത് നമ്മൾ ക്രിയയുടെ കൂട്ടത്തിൽ ഹസിനയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഭയപ്പെടേണ്ടതുമില്ല, ദുഃഖിക്കേണ്ടതും ഇല്ല. ഇതാണ് അതിൽ നസാറ എന്നതും സാബികൾ ഹാദു എന്നത് ജൂതന്മാരെ കുറിച്ചാണെന്നും നസാറ എന്നത് നസറാണികൾ നമ്മൾ പറയുന്ന അതേ പ്രയോഗം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ക്രിസ്ത്യാനികളെ കുറിച്ചാണെന്നും സാബികൾ എന്ന് പറയുന്നത് സാബികൾ അഗ്നി ആരാധകർ ആ വിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഇതിലെ തന്ത്രം, പ്രബോധനത്തിലെ തന്ത്രം നോക്കിയാൽ നിങ്ങൾ ഏത് മതവിശ്വാസിയോ ആയിക്കോട്ടെ പ്രശ്നമില്ല, നിങ്ങൾ ഏത് കാറ്റഗറി ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും പ്രശ്നമില്ല, ഏത് സംഘടനക്കാരനാണെങ്കിലും പ്രശ്നമില്ല, ഏത് തത്വശാസ്ത്രജ്ഞക്കാരനാണെങ്കിലും പ്രശ്നമില്ല, ഏത് തരത്തിലുള്ള വിശ്വാസിയാണെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ മാത്രം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എന്താവും? സ്വർഗ്ഗത്തിൽ പോകും. എന്ത് ചെയ്യണം? ആമന ബില്ലാഹി, അള്ളാഹു വിശ്വസിക്കണം, വല്യോമൽ ആഖിരി പരലോകത്ത് വിശ്വസിക്കണം, അമില സാലിഹിൻ സൽക്കർമ്മം പ്രവർത്തിക്കണം. ഭയങ്കര തന്ത്രപൂർവമായ ഒരു പ്രബോധനമല്ലേ? ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്തായി? അയാൾ മുഅ്മിനായി. പിന്നെ ഹാദു നസാറ സാബി എന്ന് പറയുന്നതൊന്നും അയാൾക്ക് ബാധകമല്ലാതായി. അതാണ് ഇതിലെ തന്ത്രം എന്ന് പറയുന്നത്. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഓക്കെ, മറ്റു സംശയങ്ങളില്ലെങ്കിൽ നമുക്കിവിടെ ഉപസംഹരിക്കാം. ഇന്ന് അവിചാരിതമായി ക്ലാസ് വൈകിപ്പോയതിൽ ഞാൻ പ്രത്യേകം ക്ഷമ ചോദിക്കുകയാണ്. കാരണം ബാങ്ക് കിട്ടുമ്പോൾ പെട്ടെന്ന് പള്ളിയിൽ പോകുമല്ലെന്ന് വിചാരിച്ചു. കാരണം കുറേ നാളുണ്ട് കോവിഡ് കാലത്ത് പള്ളിയിൽ പോകുന്നില്ലായിരുന്നു. അപ്പോൾ ജമാഅത്ത് നമസ്കാരം ബാങ്ക് വിളിച്ച ഉടനെ ജമാഅത്ത് നമസ്കാരം തുടങ്ങും. അങ്ങനെ പോയി നമസ്കരിച്ചു വന്നു. അപ്പോഴത്തേക്കും ഇങ്ങനൊരു സംഭവം ഡിലേ ആയിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീഴ്ചകൾ പരിഹരിച്ചു തരുമാറാകട്ടെ. അള്ളാഹു ഈ ലോകത്തും പരലോകത്തും നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഞങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും നന്മ പ്രദാനം ചെയ്യണം തമ്പുരാനെ. ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും, അതേപോലെ പ്രത്യേകിച്ച് ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും ലോകത്തെ ഒന്നടങ്കം നീ രക്ഷപ്പെടുത്തേണ്ട തമ്പുരാനെ. നിന്റെ കണക്കറ്റ അതിരില്ലാത്ത കാരുണ്യം സർവ്വലോകരിലും നീ ചുരിയണമേ തമ്പുരാനെ. ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതിൻ്റെ ചെലവഴിക്കുന്ന പണത്തിലും അധ്വാനത്തിലും സമയത്തിനും നീ സാലിഹായ അമലായി പരിഗണിക്കുകയും തക്ക പ്രതിഫലം നൽകുകയും ചെയ്യണമേ തമ്പുരാനെ. അത് മുഖേന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും പ്രതിഫലം ലഭിക്കണമേ തമ്പുരാനെ. അവർക്ക് ഞങ്ങൾ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക മുഖേന അവർക്ക് അണിയിക്കപ്പെടും എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്യപ്പെട്ട സൂര്യനേക്കാൾ പ്രഭാപൂരിതമായ കിരീടം ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ അണിയിച്ചു കൊടുക്കുകയാണ് തമ്പുരാനെ. അവരിൽ മരിച്ചുപോയവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കുകയും ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസ്സും ആരോഗ്യം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. سبحان الله وبحمده سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.